ഹരി ഓം ഹരി ഓം. ഹരി ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മൽസരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേऽത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിദിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതഗദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്ത്വാ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച
നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. പാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും ഏകാദശി ആശംസകൾ. വരൂധിനി ഏകാദശിയാണ് ഇന്ന്. ഈ വർഷത്തിലെ രണ്ടാമത്തെ ഏകാദശി. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി കഴിഞ്ഞു. ഇതിപ്പോൾ കൃഷ്ണപക്ഷ ഏകാദശി. ഇതിന് വരൂധിനി ഏകാദശി എന്ന് പേര്. പല കഥകളും ഇതിനോടനുബന്ധിച്ച് പറയുന്നു. വരാഹാവതാരത്തെക്കുറിച്ചും നരസിംഹാവതാരത്തെക്കുറിച്ചും ഒക്കെ ചിലർക്ക് വിശ്വാസങ്ങളുണ്ട്. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞിരിക്കുന്ന ദിവസങ്ങളാണ് ഏകാദശി, ദ്വാദശി മുതലായ വിശിഷ്ട തിഥികൾ. ഭഗവാനെ ഉപാസിക്കാൻ ഏറ്റവും ഉത്തമങ്ങളായ ദിവസങ്ങൾ. ഞാനും ഇന്ന് ഫ്രീ ആവാൻ കാരണം ഏകാദശി ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞിരുന്നുവല്ലോ, നമ്മുടെ മൈസൂരിൽ നിന്നുള്ള സ്വാമിജി പാലക്കാടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടികളുടെയും ചുമതല എനിക്കാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം ഏകാദശി ആയതുകൊണ്ട് മൗനവ്രതമാണ്. താമസ സ്ഥലത്തു നിന്ന് എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വളരെ എന്താ പറയുക, എനിക്ക് എൻ്റെ കർത്തവ്യങ്ങളിൽ നിന്നൊരു വിരാമം. അപ്പോൾ എനിക്കിന്ന് ക്ലാസ് എടുക്കാൻ പറ്റി. വൈകുന്നേരം പോകണം. വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൂജകളൊക്കെ നടക്കുന്നുണ്ട് അവിടെ, രാവിലെയും വൈകുന്നേരമൊക്കെ. അതിലൊക്കെ പങ്കെടുക്കാം. നാളെ കൽപ്പാത്തിയിൽ അദ്ദേഹത്തിന് സ്വീകരണം, ഒരു പ്രഭാഷണം. വൈകുന്നേരം പുത്തൂരിൽ സൗന്ദര്യലഹരി പാരായണം. പാലക്കാട്ടുകാരെല്ലാവരും വരണം എന്ന് ഞാൻ പ്രത്യേകം എല്ലാവരോടും ക്ഷണിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. വന്ന് നിറസദസ്സായി എല്ലാവരും ഭഗവതിയുടെയും ആചാര്യ ഭഗവത്പാദരുടെയും വന്നിരിക്കുന്ന ഗുരുവിൻ്റെയും ഒക്കെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭവിക്കുക. ആർക്കൊക്കെ വരാൻ പറ്റും അവർക്കൊക്കെ വരാം. ഇനിയിപ്പോൾ പാലക്കാട്ടിൽ നിന്ന് ദൂരത്തുനിന്ന് വാഹനമുള്ളവർക്കൊക്കെ വരാം. വന്ന് കണ്ടേച്ച് പോകാം. ചിലപ്പോൾ നാളെ ഉച്ചയ്ക്ക് നമ്മുടെ ആശ്രമത്തിലേക്കും സ്വാമിജി വരാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. നോക്കട്ടെ, വെയിലും ഇടവേളകളും ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പാലക്കാട്ടുകാർ വേണമെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ഒന്ന് റെഡിയായിരുന്നാൽ അദ്ദേഹം വരുമ്പോൾ ഇവിടെ വരാം. ഞാൻ ടൈം നാളെ ഇന്ന് രാത്രി അറിയിക്കാം, എപ്പോഴാണ് അദ്ദേഹത്തിന് വരാൻ സൗകര്യം നോക്കിയിട്ട്. കാരണം രാവിലെയും വൈകുന്നേരമൊക്കെ പബ്ലിക് പ്രോഗ്രാംസ് ഉള്ളപ്പോൾ ഇവിടെ വെറും സന്ദർശനം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സത്സംഗത്തിനുള്ള ആളെ പെട്ടെന്നൊന്നും കൂടാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഈ ദേശം വളരെ ഒതുങ്ങിയ സ്ഥലമല്ലേ, എല്ലാവർക്കും എത്തിപ്പെടാൻ കഷ്ടമായതുകൊണ്ട് സ്വാമിജിക്കൊരു സ്വീകരണം, ഒരു ദർശനം നാളെ ഉച്ചയ്ക്കായിരിക്കും. മിക്കവാറും 2 മണിയോട് കൂടിയിട്ടായിരിക്കും. നല്ല വെയിലാണ്. എന്നാലും സ്വാമിജിക്ക് താല്പര്യം, സ്വാമിജിക്ക് ഇവിടെ താമസിക്കാനായിരുന്നു താല്പര്യം. ഇവിടെ കുറച്ചുകൂടി സൗകര്യങ്ങളാക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറവ് വരുത്തരുത്, സ്വാമിജിക്ക് ഒരു കുറവ് ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് മറ്റൊരു സ്ഥലത്ത് താമസിപ്പിച്ചത്. ഒരു വേദപാഠശാല, അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നാൽ നമ്മുടെ അവിടുത്തെ പല സൗകര്യങ്ങളും അവിടെ കുറവുണ്ട്. നമ്മുടെ പ്രകൃതി മനോഹരമായിട്ടുള്ള
സ്ഥലമാണ്. പുഴയും കുളവും തുറന്ന ആകാശവും കാറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ ചൂട് കൂടുതൽ ഇവിടെ തന്നെയാണ്. അപ്പോൾ തുറന്ന സ്ഥലമായതുകൊണ്ടും പുഴയിൽ പാറകളൊക്കെ ധാരാളം ഉള്ളത് കൊണ്ടും റേഡിയേഷൻ ഉണ്ട്, ചൂട്. കെട്ടിടത്തിൻ്റെ അകത്ത് വലിയ ചൂട് അത്ര അറിയുന്നില്ല എന്ന് മാത്രം. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കാനും ഈ ഭാഗവത ക്ലാസ് എടുക്കാനും പറ്റി. കാരണം ഞാൻ വിചാരിച്ചത് ഈ വാമനാവതാര ചരിതം പൂർത്തീകരിച്ചിട്ട് വേണം കാലടിയിലേക്ക് പോകാൻ. അപ്പോൾ ഇന്നും 7-ാം തീയതിയുമായിട്ട് അത് പൂർത്തീകരിക്കാം. ഇന്നിപ്പോൾ രാവിലെയും 7-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതി വൈകുന്നേരത്തോടു കൂടി ചിലപ്പോൾ പറ്റും. 6-ാം തീയതി വൈകുന്നേരം എടുക്കാൻ പറ്റും. 6-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം സ്വാമിജി പോയി കഴിഞ്ഞാൽ ഞാനൊരു 4 മണിയോടുകൂടി ഫ്രീ ആവും. അപ്പോൾ രാത്രി 6:30-ക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പോൾ വാമനാവതാര ചരിതം പൂർത്തിയാവും. അത് കഴിഞ്ഞിട്ടൊരു ബ്രേക്കാണ്. കാലടിയിലേക്ക് പോവുകയാണ്. 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ. 13-ാം തീയതിയും വേറൊരു പ്രോഗ്രാമുണ്ട്. 14-ാം തീയതി മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരാഴ്ചക്കുള്ള ബ്രേക്ക്. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. ഭാഗവത് ജ്ഞാനഗംഗ അഷ്ടമസ്കന്ധത്തിലെ 23-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വാമനാവതാര ചരിതത്തിന്റെ അവസാന അധ്യായം. 9 അധ്യായങ്ങളിൽ അവസാനത്തെ അധ്യായം. ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ച മഹാബലിയും പ്രഹ്ലാദനുമായി സുതലത്തിലേക്ക് യാത്രയാവുന്നതും അവിടെ സുഖമായി കഴിയുന്നതും പിന്നീട് ഭഗവാൻ ഇന്ദ്രന്റെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിട്ടുള്ള, ഇന്ദ്രനെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന, ഇന്ദ്രൻ ഭഗവാനെ ഉപേന്ദ്രൻ എന്ന് നാമകരണം ചെയ്ത് സ്തുതിക്കുന്നതുമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ശുഭ പര്യവസാനം വാമനാവതാര ചരിത്രത്തിന്റെ മംഗളകരമായിട്ടുള്ള ഒരു സമർപ്പണം ആണ് 23-ാം അധ്യായം. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ 3-വിംശതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. യുക്ത്യുക്തവന്തം പുരുഷം പുരാതനം മഹാനുഭാവോ കില സാധു സമ്മതഃ. ബദ്ധാഞ്ജലിർബാഷ്പകലാകുലക്ഷണോ ഭക്ത്യുദ്ഗളോ ഗദ്ഗദയാ ഗിരാബ്രവീത്. ബലിരുവാച. അഹോ പ്രണാമായ കൃതഃ സമുദ്യമഃ പ്രപന്നഭക്താർത്ഥവിദൗ സമാഹിതഃ. യല്ലോകപാലൈസ്ത്വദനുഗ്രഹോമരൈഃ അലബ്ധപൂർവോപസതേ അസുരർപ്പിതഃ. ശ്രീശുക ഉവാച. ഇത്യുക്ത്വാ ഹരിമാനമ്യ ബ്രഹ്മാണം സംസഭവം തതഃ വിവേശ സുതലം പ്രീതോ ബലിർമുക്തഃ സഹാസുരൈഃ. ഏവമിന്ദ്രായ ഭഗവാൻ പ്രത്യാനീയ ത്രിവിഷ്ടപം പൂരയിത്വാദിദേഹേ കാമം അശാസത്സകലം ജഗത്. ലബ്ധപ്രസാദം നിർമുക്തം പൗത്രം വംശധരം ബലിം നിശാമ്യ ഭക്തിപ്രവണഃ പ്രഹ്ലാദ ഇദമബ്രവീത്. പ്രഹ്ലാദ ഉവാച. നേമം വിരിഞ്ചോലപദേ പ്രസാദം ന ശ്രീർന ശർവഃ കിമുതാപരേതേ. യന്നോ അസുരാണാം അസി ദുർഗപാലോ വിശ്വാഭിവന്ദ്യൈരഭിവന്ദിതാംഗ്രിഃ. യൽപാദപദ്മമകരന്ദ നിഷേവണേന ബ്രഹ്മാദയ ശരണദാസ്നുവതേ വിഭൂതിഃ. കസ്മാദ്വയം കുസൃതയഃ ഖലയോനയസ്തേ ദാക്ഷിണ്യദൃഷ്ടിപദവീം ഭവത പ്രണീതാഃ. ചിത്രം തവേഹിതമഹോ അമിതയോഗമായാ ലീലാ വിസൃഷ്ടഭുവനസ്യ വിശാരദസ്യ. സർവാത്മനഃ സമദൃശോ വിഷമസ്വഭാവോ ഭക്തപ്രിയോ യദസി കൽപതരുസ്വഭാവഃ.
श्रीभगवानुवाच वत्स प्रह्लाद भद्रं ते प्रयाहि सुतलालयम् मोदमानः स्वपौत्रेण ज्ञातीनां सुगमावह नित्यं द्रष्टासि मां तत्र गदापाणिम् अवस्थितम् मद्दर्शनमहाह्लादध्वस्तकर्म निबन्धनः। श्रीशुक उवाच आज्ञां भगवतो राजन् प्रह्लादो बलिना सह बाणमित्यमलप्रज्ञो मूर्ध्न्याधाय कृताञ्जलिः परिक्रम्यादिपुरुषं सर्वासुरचमूपतिः प्रणतस्तदनुज्ञातः प्रविवेश महाबिलम् अदाहोशनसम्राजन् हरिर्नारायणोऽन्दिगे आसीनं ऋत्विजां मध्ये सदसि ब्रह्मवादिनाम् ब्रह्मन् सन्तनुशिष्यस्य कर्मच्छिद्रं वितन्वतः यत्तत्कर्मसु वैषम्यं ब्रह्मदृष्टं समं भवेत्। शुक्र उवाच कुतस्तत्कर्म वैषम्यं यस्य कर्मेश्वरो भवान् यज्ञेशो यज्ञपुरुषः सर्वभावेन पूजितः मन्त्रतः तन्त्रतः छिद्रं देशकालार्हवस्तुतः सर्वं करोति निश्चिद्रं नाम संकीर्तनं तव तथापि वदतो भूमन् करिष्यामि अनुशासनम् एतत् श्रेयः परं पुंसाम् यत्तवाज्ञानुपालनम्। श्रीशुक उवाच अभिनन्द्य हरेराज्ञाम् उशना भगवान् इति यज्ञच्छिद्रं समादत्त बलेर्विप्रर्षिभिः सह एवं बलेर्महीं राजन् भिक्षित्वा वामनो हरिः ददौ भ्रात्रे महेन्द्राय त्रिदिवं यत्परैर्हृतम् प्रजापतिपतिर्ब्रह्मा देवर्षि पितृभूमिपैः दक्षभृग्वङ्गिरो मुख्यैः कुमारेण भवेन च कश्यपस्यादितेः प्रीत्यै सर्वभूतभवाय च लोकानां लोकपालानाम् अकरोद्वामनं पतिम् वेदानां सर्वदेवानां धर्मस्य यशसश्रियः मङ्गलानां व्रतानां च कल्पं स्वर्गापवर्गयोः उपेन्द्रं कल्पयाञ्चक्रे पतिं सर्वविभूतये तदा सर्वाणि भूतानि पृशं मुमुदिरे नृप ततस्मिन्द्रः पुरस्कृत्य देवयानेन वामनं लोकपालैर्दिवं निन्ये ब्रह्मणा चानुमोदितः प्राप्य त्रिभुवनं चेन्द्रः उपेन्द्रभुजपालितः श्रिया परमया जुष्टो मुमुदे गतसाध्वसः ब्रह्मा शर्वः कुमारश्च भृग्वाद्या मुनयो नृप पितरः सर्वभूतानि सिद्धा वैमानिकाश्च ये सुमहत्कर्म तद्विष्णोः गायन्दः परमाद्भुतम् दिष्ण्यानि स्वानि ते जग्मुः अतिथिं च शशंसिरे सर्वमेतन्मयाख्यातं भवतः कुलनन्दना उरुक्रमस्य चरितं श्रोतॄणाम् अघमोचनम् पारं महिं न उरुविक्रमतो गृणानो यः पार्थिवानि विममे सरजांसि मर्त्यः किं जायमान उत जात उपैति मर्त्यः इत्याह मन्त्रदृक् पुरुषस्य यस्य य इदं देवदेवस्य हरेरद्भुतकर्मणः अवतारानुचरितं शृण्वन् याति पराङ्गतिम् क्रियमाणे कर्मणीदं दैवे पित्र्येदमानुषे यत्र यत्रानुकीर्त्येत तत्तेषां सुकृतं विदुः। हरि ओम् इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायाम् अष्टमस्कन्धे वामनावतारचरिते त्रयोविंशतितमोऽध्यायः। सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द। नारायणाखिल गुरो भगवन् नमस्ते नारायणाखिल गुरो भगवन् नमस्ते नारायणाखिल गुरो भगवन् नमस्ते। हरे राम नमो नारायण।
ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുപ്രഭാതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. അപ്പൊ നമ്മള് മഹാബലി ചരിതം, വാമനാവതാര ചരിതം വിസ്തരിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവസാനത്തെ അധ്യായമാണെന്ന് കാണാൻ പോകുന്നത്. കഴിഞ്ഞ അധ്യായത്തിലെ അവസാന ഭാഗം നമ്മുടെ വിന്ധ്യാവലിയുടെ വാക്കുകൾ നമ്മൾ ഓർമ്മിക്കുക. ആ വാക്കുകളിലാണ് ഈ ഭഗവാന്റെ വാമനാവതാരത്തിന്റെ തത്വം അടങ്ങിയിരിക്കുന്നത്. ക്രീഡാർത്ഥമാത്മന ഇതം ത്രിജഗത്കൃതം തേ സ്വാമ്യം തു തത്ര കുതിയോ അപരേ ഈശ കുര്യുഃ കർത്തുഃ പ്രഭോഹോ തവ കിം അസ്യതാവഹന്തി ത്യക്തഹ്രിയസ്ത്വദവരോപിത കർത്തൃവാദാഃ. ഭഗവാന്റെ ക്രീഡയ്ക്കായിക്കൊണ്ട് ഭഗവാൻ തന്നിൽ നിന്ന് തന്നെ തന്നാൽ തന്നെ സൃഷ്ടിച്ചതാണ് ഈ പ്രപഞ്ചം. അതിൽ അറിവില്ലാത്ത മൂഢജനങ്ങൾ, കുതിയഃ കുൽസിത ബുദ്ധികളായിട്ടുള്ള ചിലർ, അവരെ സ്വാമ്യം കുര്യുഃ സ്വാമീഭാവത്തെ ചെയ്യുന്നു. കർത്താവും പ്രഭുവും സംഹാരകർത്താവുമായിട്ടുള്ള ഭഗവാനിൽ നിന്ന് ലജ്ജയില്ലാത്ത നാണം കെട്ടവരായിട്ടുള്ള ആളുകൾ സ്വയം കർത്തൃത്വം ഏറ്റെടുക്കുന്നു. ഞാനാണ് ഇതിന്റെ കർത്താവെന്ന് അഭിമാനിക്കുന്നു. അവരെ അത്യന്ത മൂഢന്മാരെന്നല്ലാതെ എന്തു പറയാൻ എന്ന് വിന്ധ്യാവലിയുടെ വാക്കുകൾ തന്റെ ഭർത്താവിനെ തന്നെ ഉദ്ദേശിച്ചും തന്നെയാണ്. എന്റെ ഭർത്താവിനെ പറ്റിയ അബദ്ധത്തെ വൈകിയാണെങ്കിലും സൂചിപ്പിക്കുന്നു. അല്ലേ? ചിലപ്പോൾ നല്ല സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ടാവാം, മഹാബലി ചെവി കൊണ്ടിട്ടുണ്ടാവില്ല. പത്നീധർമ്മം എന്ന് പറഞ്ഞാൽ പതിയെ നയിക്കലാണ്, ഭർത്താവിനെ നേരായ വഴിക്ക് നയിക്കലാണ് പത്നീധർമ്മം. പതിം നയതീതി പത്നി. എല്ലാ ഭാര്യമാരും ഭർത്താവിനെ ധർമ്മത്തിലേക്ക് നയിക്കുന്നവരായിരിക്കണം. അപ്പോഴാണ് ധർമ്മപത്നികളാവുക. അല്ലെങ്കിൽ താഴേക്ക് നയിക്കുന്നവരായി മാറും. അപ്പൊ ധർമ്മപത്നിമാരാവാൻ പത്നിമാര് ധർമ്മം അറിയണം. ഭർത്താവ് ധർമ്മം ലംഘിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പത്നിമാർക്ക് ധർമ്മം അറിയണം. അല്ലേ? ഭർത്താവിന്റെ ധർമ്മമാണ് കുടുംബം പോറ്റുക, അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക, പാരമ്പര്യമായിട്ടുള്ള സംസ്കാരം നിലനിർത്തുക, പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കുക. ഇതൊക്കെ ഭർത്താവിന്റെ ധർമ്മമാണ്. ഇത് ചെയ്യുന്നുണ്ടോ ഭർത്താവ് എന്ന് ഉറപ്പുവരുത്തേണ്ടവളാണ് ഭാര്യ, പത്നി. അല്ലാതെ അതിൽ നിന്ന് ഭർത്താവിനെ പിന്തിരിപ്പിക്കുന്ന, അല്ലേ? ഭർത്താവ് സ്വന്തം അച്ഛനമ്മമാരെ സംരക്ഷിക്കേണ്ട ആളാണ്, ശുശ്രൂഷിക്കേണ്ട ആളാണ്. അതിൽ നിന്ന് വിലക്കുകയല്ല പത്നിമാർ ചെയ്യേണ്ടത്. അത് വലിയ ദോഷമാണ്, ശാപമാണ്, അധർമ്മമാണ്. അതുപോലെ തന്നെ ഭർത്താവിന് മറ്റ് ധർമ്മങ്ങളൊക്കെ ഉണ്ട്. പഞ്ചമഹായജ്ഞങ്ങളിൽ പെട്ടതായിട്ടുള്ള കർത്തവ്യങ്ങളുണ്ട്. ദേവയജ്ഞം, പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം അഥവാ ഋഷിയജ്ഞം. അല്ലെ? അപ്പൊ ഋഷിയജ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വേദങ്ങൾ പഠിക്കുക, പഠിപ്പിക്കുക, പഠിപ്പിക്കുന്നവർക്ക് വേണ്ട സഹായം ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അല്ലെ? ആശ്രമങ്ങളും വേദപാഠശാലകളും അതുപോലെയുള്ള സ്ഥാപനങ്ങളും ഒക്കെ നടത്തുക, അതിൽ വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക. അപ്പൊ അതിലൊന്നും പത്നിമാര് കൈപിടിക്കാൻ പാടില്ല, എന്നുവെച്ചാൽ പിന്തിരിപ്പിക്കാൻ പാടില്ല എന്നർത്ഥം. അതുപോലെ ഭൂതങ്ങൾക്ക്, മറ്റ് ജീവജാലങ്ങൾക്ക്, മനുഷ്യർക്ക് ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് പത്നിമാർ ചെയ്യേണ്ടത്. അപ്പോഴേ ധർമ്മപത്നിയാവുന്നുള്ളൂ. അപ്പൊ എന്തായാലും വൈകിയാണെങ്കിലും ആ ധർമ്മപത്നി വിന്ധ്യാവലി കാര്യം പറഞ്ഞു. അതിനുശേഷം ബ്രഹ്മദേവൻ ഭഗവാനോട് പറഞ്ഞു, ഇവനെ ഉപദ്രവിക്കരുത്, ഇവൻ എല്ലാം സർവസ്വവും അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു, അവനെ മോചിപ്പിക്കൂ എന്ന് പറഞ്ഞു. കാരണം ഏതെങ്കിലും ഒരു ഷാഢ്യബുദ്ധിക്കാരൻ അങ്ങേക്ക് അല്പം വെള്ളം സമർപ്പിച്ചാലോ, അങ്ങേക്ക് എന്തെങ്കിലും ഒരു വിലയില്ലാത്ത പുല്ലുകൊണ്ട് പൂജിച്ചാലോ അങ്ങ് അവർക്ക് വലിയ ഗതിയെ കൊടുക്കുന്നു. അപ്പൊ പിന്നെ ഇവൻ സർവസ്വവും 3 ലോകങ്ങളും അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുമ്പോൾ ഇവൻ എങ്ങനെ ആർത്തിയെ പ്രാപിക്കും? അതുകൊണ്ട് ഇവനെ ദുഃഖമില്ലാത്തവനായി സംരക്ഷിക്കേണ്ടത് അങ്ങയുടെ കർത്തവ്യമാണ്. ഇവൻ സർവസ്വവും അങ്ങേക്ക് ദാനം ചെയ്തിരിക്കുന്നു
എന്ന് പറഞ്ഞതിന് ഭഗവാൻ മറുപടി പറഞ്ഞത് കേട്ടു. ഭഗവാൻ ബ്രഹ്മദേവ, ഞാൻ ആരെ അനുഗ്രഹിക്കാൻ തീരുമാനിക്കുന്നുവോ അവന്റെ ഉപജീവന മാർഗത്തെ, അവന്റെ ധനത്തെയെല്ലാം ഞാൻ ആദ്യം നശിപ്പിക്കുന്നു, അപഹരിക്കുന്നു. കാരണം അത് കാരണമാണ് ഒരു മനുഷ്യൻ മതമുള്ളവനായി അഹങ്കാരിയായി തീർന്ന് ലോകത്തെയും എന്നെയും അപമാനിക്കുന്നത്. അപ്പോ അങ്ങനെ സംസാരിയായി തീരുന്നു. അപ്പൊ അവനെ സംസാരത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും ഇവൻ ദാനവ ദൈത്യന്മാരുടെ എല്ലാം നേതാവാണ്. വേണ്ട രീതിയിൽ ചെയ്യേണ്ട കർത്തവ്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. അവന്റെ ഗുരു അവനെ വിലക്കിയിട്ടും ശപിച്ചിട്ടും അവന്റെ എല്ലാം സർവസ്വവും നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും അവൻ വാക്കിൽ നിന്ന് പിന്മാറിയില്ല. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷവും മൂന്നാമത്തെ അടി വെക്കാനായിട്ട് സ്വന്തം ശിരസിനെ, അതുകൊണ്ട് ഇവനെ ഞാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുന്നു. ഇവൻ ദേവന്മാർക്ക് പോലും ദുഷ്പ്രാപമായിട്ടുള്ള സ്ഥാനമാണ് പ്രാപിച്ചിരിക്കുന്നത്. ഇവൻ സാവർണി മന്വന്തരത്തിൽ ഇന്ദ്രനായി ഭവിക്കും. അതുവരയ്ക്ക് ഇവൻ സുതലത്തിൽ വസിക്കട്ടെ. വിശ്വകർമ്മ വിനിർമ്മിതമാണ് ആ സുതലം. അവിടെ ആദി വ്യാധി ക്ലമങ്ങൾ, തന്ത്രകൾ, പരാഭവങ്ങൾ, ഉപസർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല. കാരണം എന്റെ കടാക്ഷം അവിടെയുണ്ട്. അതുകൊണ്ട് ഹേ ഇന്ദ്രസേന, മഹാബലേ, മഹാരാജാവേ, അങ്ങ് സുതലത്തിലേക്ക് പോയാലും അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഈ സുതലം സ്വർഗവാസികൾ പോലും കൊതിക്കുന്ന സ്ഥാനമാണ്. അവിടേക്ക് അങ്ങയുടെ വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ പിതാമഹനായ പ്രഹ്ലാദനോടും ഭാര്യയോടും മക്കളോടും കൂടി ചെന്നാലും അവിടെ ഒരു ലോകേശന്മാർ പോലും അങ്ങയെ കീഴ്പ്പെടുത്താൻ വരില്ല. പിന്നെയാണോ മറ്റുള്ളവരുടെ കാര്യം? ഇനി അങ്ങയുടെ കൂടെയുള്ള അസുരന്മാർ ആരെങ്കിലും ധിക്കരിച്ചാൽ എന്റെ ചക്രം അവരുടെ കാര്യം നോക്കിക്കോളും. അതുകൊണ്ട് ഞാനിതാ അങ്ങേക്ക് വാക്ക് തരുന്നു. രക്ഷിഷ്യേ സർവദോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യതേ ഭവാൻ. നിന്റെ അനുഗന്മാരോടും പരിച്ഛദങ്ങളോടും കൂടി ഞാൻ നിന്നെ എല്ലാ പ്രകാരത്തിലും രക്ഷിച്ചുകൊള്ളാം, എല്ലാ ബാധകളിൽ നിന്നും രക്ഷിച്ചുകൊള്ളാം. അവിടെ ഞാൻ സദാ സന്നിഹിതനായിരിക്കും. നീ അവിടെ എന്നെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ അങ്ങേക്ക് ദൈത്യദാനവന്മാരുടെ സംഘത്തിൽ നിന്ന് എന്തൊക്കെ ആസുരഭാവങ്ങൾ ഉണ്ടാകുമോ അതെല്ലാം എന്റെ വൈഭവം കണ്ടുകണ്ട്, എന്റെ അനുഗ്രഹം കണ്ടുകണ്ട്, എന്റെ മാഹാത്മ്യം കണ്ടുകണ്ട് അങ്ങയുടെ എല്ലാ കുണ്ഠതകളെയും നശിപ്പിക്കും. എല്ലാ മാനസികമായിട്ടുള്ള അങ്ങയുടെ എന്തൊക്കെ ദോഷങ്ങളുണ്ടോ, ആസുര ഭാവങ്ങളുണ്ടോ, രജോ ഗുണം തമോ ഗുണം മുതലായിട്ടുള്ള ദോഷങ്ങളൊക്കെ അങ്ങ് നശിപ്പിച്ചു കളയും. അങ്ങ് ശുദ്ധനായി തീരും. ഇത്രയും പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു. അതിന് മറുപടിയായിട്ട് ബലി പറയുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഈ 23-ാം അധ്യായം തുടങ്ങുന്നത്. ബലി യാത്ര പറയുകയാണ് ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട്. അവിടെ നിന്ന് നമുക്ക് തുടരാം. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ ത്രയോവിംശതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഇത്യുക്തവന്തം പുരുഷം പുരാതനം മഹാനുഭാവോ കില സാധു സമ്മതഃ ബദ്ധാഞ്ജലിർബാഷ്പകലാകുലേക്ഷണോ ഭക്ത്യുദ്ഗളോ ഗദ്ഗദയാ ഗിരാബ്രവീത്. ശ്രീശുക ഉവാച. ഇത്യുക്തവന്തം പുരുഷം പുരാതനം മഹാനുഭാവോ കില സാധു സമ്മതഃ ബദ്ധാഞ്ജലിർബാഷ്പകലാകുലേക്ഷണോ ഭക്ത്യുദ്ഗളോ ഗദ്ഗദയാ ഗിരാബ്രവീത്. മഹാനുഭാവഃ അഖില സാധു സമ്മതഃ ബദ്ധാഞ്ജലിഃ ബാഷ്പകലാകുലേക്ഷണഃ ഭക്ത്യുദ്ഗളഃ സഹ ബലിഃ ഇതി ഉക്തവന്തം പുരുഷം ഗദ്ഗദയാ ഗിരാ അബ്രവീത്. അപ്പൊ മഹാബലി തന്നോട് ഇങ്ങനെ പറഞ്ഞ ഭഗവാനെ നോക്കിക്കൊണ്ട് ഗദ്ഗദ കണ്ഠത്തോടെ പറഞ്ഞു. ഇത്രയുള്ള വിഷയം. പക്ഷെ ആ മഹാബലിയെ വിശേഷിപ്പിച്ച പദങ്ങളാണ് ഇവിടെ അധികം പ്രയോഗിച്ചിരിക്കുന്നത്.
ഭഗവാനെയും പുരുഷം പുരാതനം എന്ന് രണ്ട് പദങ്ങളെ കൊണ്ട് വിശേഷിപ്പിച്ചു. ഇതി ഉക്തവന്തം പുരുഷം പുരാതനം. അപ്പോ മഹാനുഭാവ, മഹത്തായ അനുഭാവം അഥവാ മാഹാത്മ്യത്തോടു കൂടിയവനാണ് മഹാബലിയും. അദ്ദേഹത്തിന്റെ മാഹാത്മ്യമാണ് നമ്മൾ ഇത്രയും കഥയിലൂടെ കണ്ടത്. അപ്പൊ മഹാനുഭാവത്തോടു കൂടിയവനും അഖില സാധുസമ്മത, എല്ലാ സാധുക്കളാലും സജ്ജനങ്ങളാലും അംഗീകരിക്കപ്പെടുന്നവനാണ്, ബഹുമാനിതനാണ്, സമ്മതനാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ സത്യനിഷ്ഠ, ധർമ്മനിഷ്ഠ, ധീരത ഇതെല്ലാം എല്ലാവരും ബഹുമാനിക്കുന്നു. അതുകൊണ്ട് സാധുസമ്മത, അഖില സാധുസമ്മത, അഖിലാനാം സാധൂനാം സമ്മത, അല്ലെങ്കിൽ അഖിലേഷാം സാധൂനാം സമ്മത, എല്ലാ സാധുക്കൾക്കും സമ്മതനായിരിക്കുന്നു. ബദ്ധാഞ്ജലി, ഇപ്പൊ പാശബന്ധത്തിൽ നിന്ന് അഴിച്ചു വിട്ടിട്ടുണ്ടാവും. ഭഗവാൻ പറഞ്ഞതോടുകൂടി ഗരുഡൻ ബഹുമാനപൂർവം മഹാബലിയെ പാശബന്ധത്തിൽ നിന്ന് മുക്തനാക്കിയിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ബദ്ധാഞ്ജലിയായിട്ട്, അഞ്ജലി കൂപ്പിയവനായിട്ട്, ബാഷ്പകലാകുലേക്ഷണ, ബാഷ്പകല എന്ന് പറഞ്ഞാൽ കണ്ണുനീർ ധാര, അതുകൊണ്ട് ആകുലമായിട്ടുള്ള ഈക്ഷണത്തോടു കൂടിയവൻ, നിറഞ്ഞു കവിയുന്ന കണ്ണുനീർ, ആനന്ദാശ്രുക്കൾ. ഇത് ആനന്ദാശ്രുക്കളാണ്. കാരണം ഭഗവാൻ തന്നോട് കാണിച്ച കാരുണ്യത്തെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ കൂടുതൽ ചിന്തിക്കുകയാണ്. ഭഗവാൻ തന്നെ പരീക്ഷിച്ചുവെങ്കിലും അത് മുഴുവൻ ഭഗവാന്റെ കാരുണ്യം കൊണ്ടുള്ള അനുഗ്രഹമായിരുന്നു എന്ന് അദ്ദേഹം ഓർക്കുന്തോറും അറിയുകയാണ്. എന്നിട്ട് ആ ഭഗവാന്റെ ഒരു മാഹാത്മ്യം കൊണ്ട് അദ്ദേഹം സ്വയം ഒരു ഭിക്ഷക്കാരനെ പോലെ തന്റെ മുമ്പിൽ വന്ന് കൈനീട്ടിയില്ലേ. ആരുടെ മുമ്പിലാ എങ്ങനെ കൈനീട്ടിയിട്ടുള്ള ഭഗവാൻ? ഇനി ഭഗവാൻ കൈനീട്ടാൻ പോകുന്നുണ്ട് ഗോപികമാരുടെ മുമ്പിൽ വെണ്ണയ്ക്ക് വേണ്ടിയിട്ട്, അല്ലേ? കൃഷ്ണനായിട്ട് അവതരിക്കുമ്പോൾ ഗോപികമാരുടെ മുമ്പിൽ വെണ്ണയ്ക്ക് വേണ്ടി കൈനീട്ടി, കുറച്ചു കഴിയുമ്പോൾ അത് നിർത്തി ഇതെല്ലാം തന്റേത് തന്നെ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാൻ എല്ലാം അപഹരിച്ചെടുക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഭഗവാൻ ഒരു ഭിക്ഷുവിനെ പോലെ ചെന്ന് കൈനീട്ടിയത് ഈ മഹാബലിയുടെ മുമ്പിൽ മാത്രം. നോക്കൂ, അപ്പൊ ആ മഹാബലിക്ക് കിട്ടിയ ഒരു ഭാഗ്യം, ഭഗവാനെ പൂജിക്കാൻ, ഭഗവാനെ സൽക്കരിക്കാൻ, ഭഗവാന് സർവസ്വവും സമർപ്പിക്കാൻ കിട്ടിയതായിട്ടുള്ള ഭാഗ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ആലോചിച്ച് ഗദ്ഗത കണ്ഠനായി തീരുകയാണ്. ബാഷ്പകലാകുലേക്ഷണ, ബാഷ്പധാര കൊണ്ട് ആകുലമായ ഈക്ഷണത്തോടു കൂടിയവനും, ഭക്തിയുദ്ഗള എന്ന് പറഞ്ഞാലോ ഭക്തി കൊണ്ട് ഉദ്ഗളം, ഗളം എന്ന് പറഞ്ഞാൽ കണ്ഠമാണ്. അപ്പൊ കണ്ഠം പൊട്ടുന്നത് പോലെ എന്ന് പറയാം. ശബ്ദം എങ്ങനെയൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് എന്നറിയില്ല. ഗദ്ഗത കണ്ഠനായിട്ട്, അപ്പൊ ഭക്തി കൊണ്ട് പരവശനായിട്ട് എന്ന് പറയാം. വികാര വിവശനായിക്കൊണ്ട് ഭഗവാന്റെ കാരുണ്യത്തെ ഓർക്കുമ്പോൾ അത്രയും അദ്ദേഹം ഒരു ദ്രവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഹങ്കാരമൊക്കെ അലിഞ്ഞുപോയി. അദ്ദേഹത്തിന് ഇപ്പൊ യാതൊരു തരത്തിലുള്ള വ്യക്തിത്വവുമില്ല. അങ്ങനെ അലിഞ്ഞ് ഭക്തി കൊണ്ട് ഉദ്ഗളനായിട്ട്, ഭക്തി ഉദ്ഗളഹ, അങ്ങനെയുള്ള സഹ ബലിഹി, ആ മഹാബലി, ഇതി ഉക്തവന്തം പുരാതനം പുരുഷം, ഇങ്ങനെ പറഞ്ഞവനായ ആ പുരാതന പുരുഷനായ ഭഗവാനോട്, തന്റെ മുമ്പിൽ വാമന രൂപത്തിലാണ് നിൽക്കുന്നതെങ്കിലും ആളാരാണ് എന്ന് മനസ്സിലായി. പുരാതന പുരുഷ, ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടാവുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ. ആ ഉടമസ്ഥന്റെ മുമ്പില് ഗദ്ഗതയാഗിര അബ്രവീത്, തൊണ്ട ഇടറിക്കൊണ്ട്, വാക്കുകൾ മുറിഞ്ഞു പോയിക്കൊണ്ട് പരവശനായി, ഭക്തി പരവശനായി അബ്രവീത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാം. ബലിരുവാച അഹോ പ്രണാമായ കൃതസമുദ്യമഃ പ്രപന്ന ഭക്താർത്ഥവിധൗ സമാഹിതഃ യല്ലോകപാലൈസ്ത്വദനുഗ്രഹോ മറൈഃ അലബ്ധപൂർവോ അപസദേ അസുരേർപ്പിതഃ. ബലിരുവാച അഹോ പ്രണാമായ കൃതസമുദ്യമഃ പ്രപന്ന ഭക്താർത്ഥവിധൗ സമാഹിതഃ യല്ലോകപാലൈസ്ത്വദനുഗ്രഹോ മറൈഃ അലബ്ധപൂർവോപസതേ അസുരേർപ്പിതഃ. അഹോ അഹോ, സ്വയം ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ച് ആലോചിച്ച് അത്ഭുതം പ്രകടിപ്പിക്കണം, ആശ്ചര്യം പ്രകടിപ്പിക്കണം. എന്തു പറയാനാണ്? അത്യാശ്ചര്യം. പ്രണാമായ കൃതഃ സമുദ്യമഃ,
പ്രപന്ന ഭക്താർത്ഥവിദൗ സമാഹിതഃ യത് ലോകപാലൈഃ അമരൈഃ അലബ്ധപൂർവം ത്വദനുഗ്രഹഃ അപസരേ അസുരേ അർപ്പിതഃ. ഇപ്പൊ വെറുതെ ഞാൻ അങ്ങയെ നമസ്കരിക്കാനായിട്ട് പുറപ്പെട്ടിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും തന്നെ അങ്ങ് എത്രയ്ക്ക് വലിയ അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. ദേവന്മാർക്ക് പോലും ഇതുവരെ ലഭിക്കാത്ത സൗഭാഗ്യമാണ് എനിക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് ഇതിന്റെ സാരം. എന്താണപ്പോ? അഹോ പ്രണാമായ കൃതഃ സമുദ്യമഃ, പ്രണാമത്തിനായിക്കൊണ്ട് ചെയ്യപ്പെട്ടതായിട്ടുള്ള സമുദ്യമം, സമ്യക്കായ ഉദ്യമം. ഞാൻ അങ്ങയെ നമസ്കരിക്കാനായിട്ട് ഒരുമ്പെട്ടു. അങ്ങ് അതിഥിയായിട്ട് വന്നു അല്ലേ, അല്ലെങ്കിൽ അർത്ഥിയായിട്ട് ഭിക്ഷാന്തേഹിയായിട്ട് വന്നു, വാമനനായി ബ്രഹ്മചാരിയായിട്ട് വന്ന് അങ്ങ് എന്നോട് വന്ന് യാചിക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് ഞാൻ അങ്ങയെ പൂജിക്കാനായിക്കൊണ്ട് ഒരു അതിഥി എന്നുള്ള നിലയ്ക്ക്, ഒരു ബ്രാഹ്മണൻ ബ്രഹ്മചാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്റെ മര്യാദകളൊക്കെ ചെയ്തു, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോ അവിടെ നിന്നാണ് ഇത്രയും വലിയൊരു കഥയായിട്ട് മാറിയത് അല്ലേ. അന്ന് ഭഗവാൻ വന്നു, ഒരു സാധാരണ ബ്രാഹ്മണനെ പോലെ വന്നു. ഇദ്ദേഹവും ഒരു സാധാരണ ബ്രാഹ്മണനോട് ഓഫർ ചെയ്യുന്നത് പോലെ ഓഫർ ചെയ്തു. അദ്ദേഹം വേണ്ടത് മേടിച്ച് സമാധാനമായിട്ട് പോകുന്നു, യാത്രയാക്കുന്നു. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ സാധാരണ നിലയ്ക്ക് തുടങ്ങിയതാണ് ഈ പരിപാടി. അതാണ് പ്രണാമായ കൃതഃ സമുദ്യമഃ. അങ്ങയെ ഒന്ന് ബഹുമാനിക്കാൻ വേണ്ടി ഒരു ഉദ്യമം ചെയ്തതാണ്. പക്ഷേ അത് ആരുടെ സമീപത്തിലായി? പ്രപന്ന ഭക്താർത്ഥവിദൗ സമാഹിതഃ. പ്രപന്നനായ ഭക്തന്റെ അർത്ഥവിദൗ സമാഹിതഃ. പ്രപന്നനായ ഭക്തൻ, ശരണാഗതി പ്രാപിച്ചതായിട്ടുള്ള ഭക്തന്റെ അർത്ഥവിദൗ, അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രയോജനം, വിധി, അത് സമ്പാദനത്തിൽ. അപ്പൊ അർത്ഥവിധിയിൽ ഒരു ഭക്തന് എന്താണോ വേണ്ടത്, ഏറ്റവും പരമമായിട്ടുള്ള പ്രയോജനമാണ് സമാഹിതഃ, വേണ്ടതുപോലെ ആയിരിക്കണം. സമാഹിതം എന്ന് പറഞ്ഞാൽ വിനയപൂർവം, ഭക്തിപൂർവം, വളരെ അടക്കത്തോടുകൂടി ചെയ്യപ്പെടുന്ന, ശ്രദ്ധയോടുകൂടി ചെയ്യപ്പെടുന്ന ഒരു കർമ്മമായി തീർന്നിരിക്കുന്നു. ഞാൻ നമസ്കരിക്കാൻ ഒരുമ്പെട്ടതേ ഉള്ളൂ, പക്ഷെ എനിക്ക് സർവസ്വവും ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും, ചതുർവിധ പുരുഷാർത്ഥങ്ങൾ അല്ലെങ്കിൽ മോക്ഷം തന്നെ ലഭിക്കുന്നതായിട്ടുള്ള അനുഗ്രഹത്തിലേക്ക് അത് നയിച്ചിരിക്കുന്നു എന്നർത്ഥം. അത്രയും വേണ്ടതുപോലെ അങ്ങ് സ്വീകരിച്ചിരിക്കണം. എന്തുകൊണ്ട് അത്രയും പറയുന്നത് വെച്ചാല് യത് ലോകപാലൈഃ അമരൈഃ അലബ്ധപൂർവം ത്വദനുഗ്രഹഃ അപസദേ അസുരേ അർപ്പിതഃ. ഏതൊരു അങ്ങയുടെ അനുഗ്രഹം, ത്വദനുഗ്രഹഃ, അത് ലോകപാലൈഃ അമരൈഃ, ലോകപാലന്മാരായ അമരന്മാർക്ക് പോലും, ദേവന്മാർക്ക് പോലും അലബ്ധപൂർവം, പൂർവം ന ലബ്ധം, അവർക്ക് ഇതുവരെ മുമ്പിൽ ലഭിച്ചിട്ടില്ല. ഇതുവരേക്കും ദേവന്മാർക്കാർക്കും ലഭിക്കാത്തതായിട്ടുള്ള അങ്ങയുടെ അനുഗ്രഹമാണ്. അപസദേ അസുരേ അർപ്പിതഃ. അപസദൻ എന്ന് പറഞ്ഞാല് തളർന്നവൻ, ക്ഷയിച്ചവൻ, പഴിതെറ്റിയവൻ ഒക്കെ അർത്ഥമാണ്. അപ്പൊ നീചൻ എന്നുള്ള അർത്ഥത്തിലാണ്. നീചനായിട്ടുള്ള ഈ അസുരൻ, അസുരയോനിയിൽ പിറന്ന എന്റെ നേർക്ക് അർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ സാത്വികന്മാരായിട്ടുള്ള ലോകപാലന്മാർക്ക് പോലും അങ്ങയുടെ അനുഗ്രഹം ഇതുപോലെ ലഭിച്ചിട്ടില്ല. പക്ഷെ അസുരാധമനായിരിക്കുന്ന, അത്യന്ത താമസ സ്വഭാവമുള്ളവനായിട്ടുള്ള എനിക്ക് അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭവിച്ചിരിക്കുന്നു. ഇത് എന്താണെന്ന്, എത്ര മഹത്വമേറിയ അനുഗ്രഹമാണ് അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നത് എന്ന് പറയാനാവുന്നില്ല. അഹോ ആശ്ചര്യം. അപ്പൊ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നത്, ശരണാഗതി ചെയ്യുന്നത്, ആ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന നമസ്കാരത്തിന്റെ മാഹാത്മ്യം എത്രയാണെന്ന് നിശ്ചയിക്കാൻ സാധ്യമല്ല എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് മഹാബലി. അപ്പൊ ഭക്തിപൂർവം നമ്മൾ ഭഗവാനെ നമസ്കരിച്ചാലോ, ശ്രദ്ധാപൂർവം എല്ലാം ഭഗവാന്റേതാണെന്നുള്ളതായിട്ടുള്ള ഉത്തമ ബോധത്തോടെ, എന്റേതായിട്ട് ഒന്നുമില്ല എന്നുള്ളതായിട്ടുള്ള ഭാവത്തോടെ വേണം നമസ്കരിക്കാൻ. അല്ലാതെ ഒരു ചടങ്ങിന് വേണ്ടി യാന്ത്രികമായി നമസ്കരിക്കുകയല്ല. ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുന്നത് നമ്മളും ഭഗവാനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ഉറപ്പിക്കുകയാണ്. ഭഗവാന്റേതാണ് സർവസ്വവും, എന്റെ ഈ ശരീരമടക്കം.
എന്റെ മനോബുദ്ധികളടക്കം സർവസ്വവും ഞാനിതാ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങയുടേതാണ്. ഇനി ഇതുകൊണ്ട് എന്തൊക്കെ ആവണോ ഒക്കെ അങ്ങേക്ക് ഇഷ്ടം, അങ്ങയുടെ ഇഷ്ടം. ഈ ശരീരം എന്തൊക്കെ അനുഭവിക്കണോ, ഈ മനസ്സ് എന്തൊക്കെ അനുഭവിക്കണോ, ഈ ഇന്ദ്രിയങ്ങൾ എന്തൊക്കെ അനുഭവിക്കണോ, അതൊക്കെ അങ്ങയുടെ ഇച്ഛ, അങ്ങയുടെ പ്രസാദം, അങ്ങയുടെ അനുഗ്രഹം. ഇത് അങ്ങയുടേതാണല്ലോ എന്ന മട്ടില് സമ്പൂർണമായിട്ടുള്ള സമർപ്പണമാണ് യഥാർത്ഥത്തിൽ നമസ്കാര സമയത്ത് നമ്മൾ മനസ്സിൽ ഭാവന ചെയ്യേണ്ടത്. അതാണ് ആ നമസ്കാര തത്വം, സമർപ്പണമാണ്. അപ്പൊ എന്തു തന്നെ ഭഗവാനെ തന്നെ നൽകുന്നു എന്നർത്ഥം. നമ്രാണാം സന്നിധൽസേ സതതമഭി തൈരനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികബലഃ പാരിജാതോ ഹരേത്വം ക്ഷുദ്രം തം ശക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം എന്ന് ഈ ആശയത്തെ തന്നെയാണ് മേൽപ്പത്തൂർ വർണ്ണിച്ചത്. ഭഗവാൻ തന്റെ മുമ്പിൽ നമ്രശിരസ്കരായി നമസ്കരിക്കുന്നവർക്ക് അവരഭ്യർത്ഥിക്കാത്ത വിഷയങ്ങളെ പോലും ധർമാർത്ഥ കാമ മോക്ഷത്തെ പോലും നൽകി അനുഗ്രഹിക്കുമ്പോൾ മൂഢജനങ്ങൾ ക്ഷുദ്രമായിട്ടുള്ള പാരിജാത വൃക്ഷാദികളെയൊക്കെ ആഗ്രഹിക്കുന്നു. അർത്ഥിവ്രജം, അർത്ഥികളുടെ കൂട്ടം. ഭഗവാനിൽ നിന്ന് നിസ്സാര വസ്തുക്കളെ അർത്ഥിക്കുന്നവരാണ് ഈ അർത്ഥികൾ എന്ന് പറയുന്നത്. ഭഗവാന് തന്നെ തന്നെ പൂർണ്ണമായി കൊടുക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ഭഗവാനിൽ നിന്നും എന്തെങ്കിലും ഇങ്ങോട്ട് എടുക്കാനല്ല, തന്നെ തന്നെ ഭഗവാന് പൂർണ്ണമായിട്ട് അങ്ങോട്ട് കൊടുക്കുക. അതാണ് ഒരു ഭക്തന്റെ യഥാർത്ഥ ധർമ്മം, യഥാർത്ഥ ലക്ഷണം. എന്തായാലും മഹാബലി ആ നമസ്കാരത്തിന്റെ പ്രയോജനം എത്ര വലുതാണെന്ന് സൂചിപ്പിച്ചു. താൻ വെറുതെ ഭഗവാനെ നമസ്കരിക്കാൻ പുറപ്പെട്ടതേ ഉള്ളൂ, ഭഗവാൻ തന്നെ തന്നെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ഭഗവാൻ കാവൽക്കാരനായിട്ട് നിൽക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രൻ നീ തന്നെയാണെന്ന് ഉറപ്പിച്ച് അപ്പോയിന്റ്മെന്റ് ഓർഡറും കൊടുത്തു. സുതലത്തിലുള്ള വാസം ഉറപ്പിച്ചു. അവിടെ കാവൽക്കാരനായിട്ട് താൻ തന്നെ നിന്നുകൊള്ളാമെന്നും പറഞ്ഞു. ഇനിയിപ്പോ ഇതിൽ പരം ആർക്കാണ് അനുഗ്രഹം കിട്ടാനുള്ളത്? അപ്പോ ഇങ്ങനെ മഹാബലി പറഞ്ഞു. എന്നിട്ട് സുതലത്തിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് പ്രഹ്ലാദനും മഹാബലിയോടൊപ്പം പോകാൻ തയ്യാറാവുകയാണ്. അപ്പൊ പ്രഹ്ലാദൻ ഭഗവാനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മഹാബലിക്ക് കിട്ടിയ അനുഗ്രഹത്തെ വീണ്ടും പുകഴ്ത്തിക്കൊണ്ട് പറയുന്നു. ശ്രീശുക ഉവാച ഇത്യുക്ത്വാ ഹരിമാഗമ്യ ബ്രഹ്മാണം സഭവം തതഃ വിവേശസുതലം പ്രീതോ ബലിർമുക്തഃ സഹാസുരൈഃ. ശ്രീശുക ഉവാച ഇത്യുക്ത്വാ ഹരിമാഗമ്യ ബ്രഹ്മാണം സഭവം തതഃ വിവേശസുതലം പ്രീതോ ബലിർമുക്തഃ സഹാസുരൈഃ. ശ്രീശുക ഉവാച, ശ്രീശുക ബ്രഹ്മർഷി പറയുന്നു, ഇത്യുക്ത്വാ ഹരിം ആനമ്യ ബ്രഹ്മാണം സഭവം തതഃ വിവേശസുതലം പ്രീതഃ ബലിഃ മുക്തഃ സഹ അസുരൈഃ. അപ്പൊ ഇതി ഉക്ത്വ, ഇപ്രകാരം പറഞ്ഞിട്ട് ആ ബലി മുക്തനായിട്ടുണ്ട്. ബലിഹി മുക്തഹ എന്ന് പറഞ്ഞു. അപ്പൊ മോചിതനായ, പാശബന്ധത്തിൽ നിന്ന് മോചിതനായ ബലി ഹരിം സഭവം ബ്രഹ്മാണം ആനമ്യ. ഹരിം, ഹരിയെ, ഭഗവാൻ വിഷ്ണുവിനെ, വാമന രൂപത്തിൽ നിൽക്കുന്ന ഭഗവാനെ നമസ്കരിച്ചു. ഒപ്പം സഭവം ബ്രഹ്മാണം. സഭവം എന്ന് പറഞ്ഞാൽ ഭവനോടുകൂടിയവൻ എന്നർത്ഥം. ഭവനാരാണ്? മഹാദേവൻ. അപ്പൊ ഭവനോടുകൂടിയ ബ്രഹ്മദേവനെയും ശിവനോടുകൂടിയ ബ്രഹ്മാവിനെയും ആനമ്യ. അപ്പൊ അവർ രണ്ടാളും അവിടെ സാന്നിധ്യം ഉണ്ട് എന്നർത്ഥം. ബ്രഹ്മാവിനെ കുറിച്ച് പറഞ്ഞു, മഹാദേവനെ കുറിച്ച് സൂചിപ്പിച്ചില്ല, എങ്കിലും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സഭവം ബ്രഹ്മാണം ആനമ്യ, ഭവനോടുകൂടിയ ബ്രഹ്മദേവനെയും നമസ്കരിച്ച് പ്രീതഃ, പ്രീതനായിക്കൊണ്ട് ആ മുക്തനായ ബലി അസുരൈഹി സഹ, സഹാസുരൈഹി, അസുരന്മാരോടുകൂടെ, വളരെ വേണ്ടപ്പെട്ടതായിട്ടുള്ള തന്റെ പരിവാരങ്ങളോടുകൂടെ സുതലം വിവേശ, സുതലത്തിലേക്ക് പ്രവേശിച്ചു. സുതല ലോകത്തിലേക്ക് മഹാബലി പ്രവേശിച്ചു എന്ന് പറയണം. ഏവം ഇന്ദ്രായ ഭഗവാൻ പ്രത്യാനീയ ത്രിവിഷ്ടഭം
പൂരയിത്വാ അതിദേഹേ കാമം അശാസത് സകലം ജഗത് ഏവം ഇന്ദ്രായ ഭഗവാൻ പ്രത്യാനീയ ത്രിവിഷ്ടപം പൂരയിത്വാ അതിദേഹേ കാമം അശാസത് സകലം ജഗത്. ഏവമിന്ദ്രായ ഭഗവാൻ പ്രത്യാനീയ ത്രിവിഷ്ടവം പൂരയിത്വാദിദേഹേ കാമം അശാസത് സകലം ജഗത്. ഏവം ഇന്ദ്രായ ഭഗവാൻ പ്രത്യാനീയ ത്രിവിഷ്ടവം. അപ്പൊ ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ചതായിട്ടുള്ള നാരായണൻ ഏവം ഇപ്രകാരം ത്രിവിഷ്ടവം. ത്രിവിഷ്ടവം മൂന്നാം ലോകം ഏതാണ്? സ്വർഗം. ഭൂർഭുവ സ്വഹ എന്നുള്ള സ്വഹ എന്നുള്ളതാണ് മൂന്നാമത്തേത്. അതുകൊണ്ട് അത് മൂന്നാമത്തെ ലോകമായിട്ട് പറയുന്നു സ്വർഗലോകം. ആ സ്വർഗലോകത്തെ ഇന്ദ്രായ പ്രത്യാനീയ, ഇന്ദ്രനായി കൊണ്ട് മടക്കിക്കൊടുത്തിട്ട് എന്നാ പറയണത്. അതാണ് കഥ. അല്ലാതെ വല്ലവരുടെയും മുതല അപഹരിച്ചെടുത്തിട്ടൊന്നുമില്ല. ഇന്ദ്രന്റെ ചുമതലയിൽ നടത്തപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഭഗവാൻ നേരത്തെ ഇന്ദ്രനെ ഏൽപ്പിച്ചിരുന്നതാണ് ഒരു മന്വന്തരകാലം നോക്കി നടത്താനായിക്കൊണ്ട്. അത് ഇടക്കാലത്ത് മഹാബലി വന്ന് അപഹരിച്ചു തന്റെ ബലം കൊണ്ട്. അതിനെ വീണ്ടും ഭഗവാൻ ഇവിടെ തിരിച്ചെടുത്ത് ഇന്ദ്രനെ തന്നെ ഏൽപ്പിച്ചു. അതാണ് ഭഗവാൻ ഇവിടെ ധർമ്മസ്ഥാപനം ചെയ്തത്. അപ്പൊ അങ്ങനെ ധർമ്മസ്ഥാപനം ചെയ്ത് ഇന്ദ്രായ പ്രത്യാനീയ, ഇന്ദ്രന് മടക്കിക്കൊടുത്ത് അതിദേഹേ കാമം പൂരയിത്വ, അതിന്റെ കൂട്ടത്തില് അതിഥി മാതാവിന്റെ കശ്യപ പ്രജാപതിയുടെ പത്നിയായ ദക്ഷപുത്രിയായ അതിഥിയുടെ ആഗ്രഹത്തെയും സാധിച്ചു കൊടുത്തു. അതിദേഹേ കാമം പൂരയിത്വ. കാമം എന്ന് പറഞ്ഞാൽ ഇവിടെ ആഗ്രഹം. അത് പൂർണ്ണമാക്കിയിട്ട് തന്റെ മക്കളെ യഥാസ്ഥിതി വീണ്ടും ഐശ്വര്യത്തോടുകൂടി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആ അമ്മ. ആ അമ്മയുടെ ആഗ്രഹത്തെ സാധിച്ചു കൊടുത്തു. മാത്രമല്ല അഡീഷണൽ ആയിട്ട് താൻ തന്നെ പുത്രനായിട്ട് ആ അമ്മയ്ക്ക് അവതരിച്ചു. ഇത്രയും കാരുണ്യം ആരാ ചെയ്യാം? ഭഗവാനെ ഒരു പയോവ്രതം കൊണ്ട് 12 ദിവസം ഭജിച്ചു. വിശ്വാസത്തോടെ ഭക്തിയോടെ ഭജിച്ചു. അതിന്റെ ഫലമായിട്ട് തന്റെ മക്കളുടെ ഐശ്വര്യം വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭജനം ഉണ്ടായത്. പക്ഷെ ഭഗവാൻ എന്താ പറയുക, അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് ചെയ്തത്. ആ അതിഥിയെ ലോകം മുഴുവൻ എല്ലാ കാലത്തും ഓർമ്മിക്കുന്ന രീതിയിൽ തന്റെ അമ്മയാക്കി തീർത്തു. തന്റെ വാമനാവതാരത്തിൽ തന്റെ അമ്മയാക്കി തീർത്തുകൊണ്ട് ആ അമ്മയെ ധന്യയാക്കി. ലോകം ഉള്ളിടത്തോളം കാലം, സനാതനധർമ്മം ഉള്ളിടത്തോളം കാലം ആ അതിഥി മാതാവിന്റെ പേര് എന്നും എല്ലാവരും ഓർക്കും. അപ്പൊ അങ്ങനെ അതിദേഹേ കാമം പൂരയിത്വ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ സകലം ജഗത് അശാസത്, സകല ലോകത്തെയും വേണ്ട പോലെ ശാസനം ചെയ്തു. എന്ന് വെച്ചാലോ എല്ലാ ലോകത്തെയും പരിപാലിച്ചു. ലോകത്തുണ്ടായ ഒരു അധർമ്മത്തെ നീക്കി ധർമ്മ സംസ്ഥാപനം ചെയ്യൽ തന്നെയാണ് ഭഗവാന്റെ ശാസനം. അപ്പൊ വ്യവസ്ഥകളെയൊക്കെ പുനഃസ്ഥാപിച്ചു. ഭഗവാൻ ഇവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അല്ലേ? ഇവിടെ നാഥനില്ലാത്ത കളരിയല്ല. ആർക്കും ബലമുണ്ടെന്ന് കരുതി എന്ത് തോന്നിയ വാസവും കാണിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ നാഥനുണ്ട്, ഇതിനൊക്കെ നിർമ്മാതാവുണ്ട്, ഇതിനൊക്കെ നിയന്താവുണ്ട്, ഇതിന്റെയൊക്കെ സംഹാരം ചെയ്യുന്നതിന് ശക്തിയുള്ളതായിട്ടുള്ള ഈശ്വരനുണ്ട് എന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഭഗവാൻ ആ ലോകത്തെ വ്യവസ്ഥാപനം ചെയ്തു. വേണ്ട പോലെ ധർമ്മത്തിലൂടെ ലോകസ്ഥിതിയെ ഉറപ്പിച്ചു. അതാണ് ശാസത് അശാസത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. ശാസന ചെയ്തു. ഏവമിന്ദ്രായ ഭഗവാൻ പ്രത്യാനീയ ത്രിവിഷ്ടവം പൂരയിത്വാദിദേഹേ കാമം അശാസത് സകലം ജഗത്.
അപ്പൊ ഇന്ദ്രന് സ്വർഗലോകാധിപത്യം തിരിച്ചു കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഭഗവാൻ പിന്നെ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാറ്റിനും ഉപരിയാണ് ഭഗവാന്റെ ലോകം. എല്ലാറ്റിനും അധ്യക്ഷനായിട്ടാണ് ഭഗവാന്റെ ഇരിപ്പ്. അതിന് ആ ലോകസ്ഥാനത്തിന് നമ്മൾ വൈകുണ്ഠം എന്നൊക്കെ പേര് വിളിക്കും. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആളാണ്, എല്ലാറ്റിനും ഉപരി ഇരിക്കുന്ന ആളാണ് ഭഗവാൻ. ലബ്ധപ്രസാദം നിർമുക്തം പൗത്രം വംശധരം ബലിം നിശാമ്യ ഭക്തിപ്രവണഃ പ്രഹ്ലാദഃ ഇദമബ്രവീത്. ലബ്ധപ്രസാദം നിർമുക്തം പൗത്രം വംശധരം ബലിം നിശാമ്യ ഭക്തിപ്രവണഃ പ്രഹ്ലാദ ഇദമബ്രവീത്. അപ്പോ തന്റെ പൗത്രനെ കണ്ട് പ്രഹ്ലാദൻ ഇപ്രകാരം പറഞ്ഞു എന്നാ പറയണത്. എങ്ങനെയുള്ള പൗത്രനെ മഹാബലിയെ കണ്ടു? ലബ്ധപ്രസാദം, ലഭിക്കപ്പെട്ട പ്രസാദത്തോടു കൂടിയവൻ. ഭഗവാന്റെ അനുഗ്രഹത്താൽ ധന്യധന്യനായ മഹാബലിയെ കണ്ടിട്ട് നിർമുക്തം, നല്ലതുപോലെ നിശേഷേണ മുക്തനായിരിക്കുന്നു അദ്ദേഹം. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, സംസാര ബന്ധനത്തിൽ നിന്ന് പോലും മുക്തനായി. വെറും വരുണപാശത്തിൽ നിന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഭഗവാന്റെ ദർശനവും അനുഗ്രഹവും കൊണ്ട് അജ്ഞാനം നീങ്ങി. ആ അജ്ഞാനം തന്നെയായിരുന്നു ഏറ്റവും വലിയ ബന്ധനം. ആ അജ്ഞാന ബന്ധത്തിൽ നിന്ന് മുക്തനായി തീർന്നു. ഇപ്പത് അക്ഷരാർത്ഥത്തിൽ വരുണപാശത്തിൽ നിന്നും നിർമുക്തനായി. അങ്ങനെയുള്ള വംശധരം, തന്റെ വംശത്തെ, അസുരവംശത്തെ ധരിച്ചിരിക്കുന്നവൻ, നിലനിർത്തുന്നവനായ ആ പൗത്രം ബലിം, തന്റെ പൗത്രനായ, തന്റെ പുത്രന്റെ പുത്രനായ ആ മഹാബലിയെ കുറിച്ച് നിശാമ്യ, മനസ്സിലാക്കിയിട്ട്, കണ്ടിട്ട് എന്നൊക്കെ അർത്ഥം. ഭക്തിപ്രവണഃ പ്രഹ്ലാദഃ ഇദമബ്രവീത്. ഭക്തി കൊണ്ട് പ്രേരിതനായിരിക്കുന്ന, തൽപരനായിരിക്കുന്ന എന്നൊക്കെ അർത്ഥം. ഭക്തി വർദ്ധിച്ചവനായിട്ട് ആ പ്രഹ്ലാദൻ ഇപ്രകാരം പറഞ്ഞു. അപ്പൊ ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി പാരവശ്യത്തോടെ പ്രഹ്ലാദൻ പറയുന്ന 3 ശ്ലോകങ്ങളാണ് തുടർന്ന്. പ്രഹ്ലാദ ഉവാച നേമം വിരിഞ്ചോലപദേ പ്രസാദം ന ശ്രീർന ശർവഃ കിമുദാപരേതേ യന്നോ അസുരാണാമസി ദുർഗപാലോ വിശ്വാഭിവന്ദ്യൈരഭിവന്ദിതാംഗ്രിഃ. പ്രഹ്ലാദ ഉവാച നേമം വിരിഞ്ചോലപദേ പ്രസാദം ന ശ്രീർന ശർവഃ കിമുദാപരേതേ യന്നോ അസുരാണാമസി ദുർഗപാലോ വിശ്വാഭിവന്ദ്യൈരഭിവന്ദിതാംഗ്രിഃ. പ്രഹ്ലാദ ഉവാച, പ്രഹ്ലാദൻ ഭഗവാനെ നോക്കി പറയണം. ന ഇമം, അതാണ് നേമം, അല്ലാതെ തിരുവനന്തപുരത്തെ നേമം എന്നുള്ള സ്ഥലമല്ല. ന ഇമം, ഇമം എന്ന് പറഞ്ഞാൽ ഇതിനെ ന ലഭതേ, ലഭിച്ചില്ല, ലഭിക്കുന്നില്ല. ആർക്കൊക്കെ? വിരിഞ്ചഃ പ്രസാദം ന ലഭതേ, ഇമം പ്രസാദം വിരിഞ്ചഃ ന ലഭതേ. ഈ പ്രസാദത്തെ വിരിഞ്ചൻ ലഭിക്കുന്നില്ല, ബ്രഹ്മദേവന് ലഭിച്ചിട്ടില്ല ഇന്ന് വരെ. ന ശ്രീഹി അഭി ലഭതേ, ലക്ഷ്മീ ദേവിക്കും ലഭിച്ചിട്ടില്ല ഇത്രയും വലിയ പ്രസാദം. ന ശർവഃ, മഹാദേവന് പോലും ലഭിച്ചിട്ടില്ല. അപ്പൊ പിന്നെ കിമുത അപരേ, കിമു വക്തവ്യം, മറ്റുള്ളവരുടെ കാര്യം. അപരേ കിം, ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? അപ്പൊ ഭഗവാനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഭഗവാന്റെ ദാസന്മാര്, സേവകന്മാര്, സേവിക ഒക്കെയാണ് ബ്രഹ്മദേവൻ, മഹാലക്ഷ്മി, മഹാദേവൻ. ഇവർക്ക് 3 പേർക്കും ലഭിക്കാത്ത പ്രസാദമാണ് തേ പ്രസാദം ലഭതേ ഇമം. ഈ പ്രസാദം ഇവന് ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഏതാണ് ഈ പ്രസാദം? ഈ വരികൾ മാത്രം വായിച്ച് പലരും പറയും ഭഗവാന്റെ പാദസ്പർശം, തന്റെ ശിരസിൽ ഭഗവാൻ പാദം വെച്ചതായിരിക്കും പ്രസാദം എന്ന്. അല്ല, ഇവിടെ പ്രഹ്ലാദൻ തന്നെ വ്യക്തമാക്കേണ്ട ഏത് നോ അസുരാണമസി ദുർഗപാല. വ്യക്തമാണ്. യത് എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ, യാതൊന്നാണ് അനുഗ്രഹം നൽകിയിരിക്കുന്നത്, എന്ത് പ്രസാദമാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ദാ പറയണു. നോ അസുരാണാം ദുർഗപാലഹാസി, അസുരന്മാരായ ഞങ്ങളുടെ ദ്വാരപാലകനായി, കോട്ടയ്ക്ക് കാവൽക്കാരനായിട്ട് അങ്ങ് നിൽക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ പ്രസാദം. ഇത്
മഹാദേവനോ ബ്രഹ്മദേവനോ ലക്ഷ്മി ദേവിക്കോ പോലും ഇങ്ങനെ ഭഗവാൻ ഒരു ഭൃത്യനെ പോലെ നിന്നിട്ടില്ല. ഇതൊരു ഭൃത്യഭാവമാണ് ദുർഗപാലൻ എന്ന് പറഞ്ഞാൽ. ദുർഗപാലൻ ദുർഗത്തെ പാലിക്കുന്നവൻ, കോട്ടയെ രക്ഷിക്കുന്നവൻ, ദ്വാരപാലകൻ തന്നെയാണ്, കാവൽക്കാരൻ തന്നെയാണ്, ബോഡി ഗാർഡാണ്. വെറും ദാസഭാവത്തില് ഭൃത്യഭാവത്തില് ഭഗവാൻ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അനുഗ്രഹം. ഭഗവാൻ ലക്ഷ്മിയുടെ ഭൃത്യനായിട്ടോ മഹാദേവന്റെ ഭൃത്യനായിട്ടോ ബ്രഹ്മാവിന്റെ ഭൃത്യനായിട്ടോ ഒന്നും ലീല ചെയ്തതായിട്ട് നമുക്കറിയില്ല. വൈഷ്ണവ കഥകളില്, മറ്റു കഥകളിലുണ്ടാവും, മറ്റു പുരാണങ്ങളിലുണ്ടാവും. ശൈവ പുരാണത്തിൽ ഉണ്ടാവും ശിവനെ പൂജിക്കുന്ന മഹാവിഷ്ണുവിനെ, ശാക്തേയ പുരാണങ്ങളിൽ ശക്തിയെ പൂജിക്കുന്ന ഭഗവാൻ. പക്ഷെ വൈഷ്ണവ സങ്കല്പത്തിൽ അങ്ങനെയില്ല. അപ്പൊ വൈഷ്ണവ സങ്കല്പത്തിൽ ഇവിടെ ഭഗവാൻ ബ്രഹ്മദേവനെയോ മഹാദേവനെയോ ലക്ഷ്മി ദേവിയെ പോലും ഒരു സേവകനെ പോലെ, ഒരു ഭൃത്യനെ പോലെ സേവിച്ചിട്ടില്ല. എന്നാൽ തന്റെ ഭക്തനെ സേവിക്കാൻ ഭഗവാൻ തയ്യാറാണ്. ഒരു ധാർമ്മികനായിട്ടുള്ള ഒരു ഭൃത്യനെ ഭഗവാൻ അങ്ങോട്ടും ഭൃത്യനായിട്ട് സേവിക്കാൻ തയ്യാറാണെന്നുള്ളതാണ്. യത് നോ അസുരാണാമസി ദുർഗപാലഹ, അസുരന്മാരായ ഞങ്ങൾക്ക് അസുരാണാം നഹ ത്വം ദുർഗപാലഹ അസി, അങ്ങ് ദുർഗപാലനായി ഭവിച്ചിരിക്കണു. ആരാണങ്ങ്? വെറും ദുർഗപാലൻ അല്ല. ഏതെങ്കിലും എന്താ പറയുക സെക്യൂരിറ്റി ഏജൻസിയിലൂടെ ജോലിക്ക് അപേക്ഷിച്ച് ജോലി വാങ്ങിച്ച് ATM കാവൽ നിൽക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഹോട്ടലുകളിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നവരുണ്ട്, വലിയ വലിയ സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ ഇനി ഗവൺമെന്റ് സ്ഥാപനങ്ങളാണെങ്കിൽ CISF, CRPF എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ഡിപ്പാർട്ട്മെന്റുകളിലൂടെ കാവൽ നിൽക്കുന്നവരുണ്ട്. അവരൊന്നുമല്ല ഇത് തൊഴിലിനു വേണ്ടി, ശമ്പളത്തിന് വേണ്ടി അല്ല. അങ്ങ് ആരാണ്? വിശ്വാഭിവന്ദ്യൈരഭിവന്ദിതാംഗ്രിഹി, അഭിവന്ദ്യൈഹി അഭിവന്ദിതാംഗ്രിഹി. വിശ്വത്താൽ അഭിവന്ദ്യരായിട്ടുള്ള എത്രയോ ആളുകളാൽ പോലും വന്ദിതാംഗ്രിയാണ് അങ്ങ്. എല്ലാ മഹാത്മാക്കളും എല്ലാ ദേവന്മാരും അങ്ങയെ വന്ദിക്കുന്നു. അങ്ങയെ വന്ദിക്കാത്തവരായിട്ട് വലിയവന്മാരാരുമില്ല. അപ്പൊ എല്ലാ വലിയവരും മറ്റുള്ളവരൊക്കെ ആരെ നമസ്കരിക്കുന്നുവോ അവരൊക്കെ അങ്ങയെ വന്ന് നമസ്കരിക്കുന്നു. അങ്ങനെയുള്ള വന്ദിതാംഗ്രിയായിരിക്കുന്ന അങ്ങ്, ഏതൊരു ഭഗവാന്റെ പാദത്തെയാണോ എല്ലാവരും വന്ന് വന്ദിക്കുന്നത്, അങ്ങനെയുള്ള അങ്ങ് അസുരന്മാരുടെ ദുർഗപാലനായി ഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞങ്ങൾ ഈ അസുരന്മാർക്ക് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മഹാബലി നിമിത്തമാണല്ലോ അത് കിട്ടിയത്. അപ്പൊ മഹാബലിക്ക് കിട്ടിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമാണ്. ഇതിലും വലിയ അനുഗ്രഹം ഇനി ആർക്കും കിട്ടാനില്ല. ഭഗവാൻ സ്വയം വൃത്യനായി ദുർഗപാലനായി തീരുക. നേമം വിരിഞ്ചോ ലഭതേ പ്രസാദം ന ശ്രീർന്ന ശർവഃ കിമുതാപരേതേ എന്നോ അസുരാണാമസി ദുർഗപാലോ വിശ്വാഭിവന്ദ്യൈരഭിവന്ദിതാംഗ്രിഹി യത്പാദപദ്മമകരന്ദ നിഷേവണേന ബ്രഹ്മാദയ ശരണദാസ്നുവദേ വിഭൂതിഃ കസ്മാദ്വയം കുസൃതയ ഖലയോനയസ്തേ ദാക്ഷിണ്യദൃഷ്ടിപദവീം ഭവതഃ പ്രണീതാഃ യത്പാദപദ്മമകരന്ദ നിഷേവണേന ബ്രഹ്മാദയ ശരണദാസ്നുവദേ വിഭൂതിഃ കസ്മാദ്വയം കുസൃതയ ഖലയോനയസ്തേ ദാക്ഷിണ്യദൃഷ്ടിപദവീം ഭവതഃ പ്രണീതാഃ. യത്പാദപദ്മമകരന്ദ നിഷേവണേന ബ്രഹ്മാദയഃ ശരണദ. ഇവിടെ ശരണദ എന്നുള്ളത് ഭഗവാനെ സംബോധന ചെയ്യുന്നതാണ്. ഹേ ശരണദ, അല്ലയോ ശരണത്തെ ദാനം ചെയ്യുന്നവനെ, തന്നെ ആശ്രയിക്കുന്നവർക്കൊക്കെ അഭയം കൊടുക്കുന്നവനെ, ഭഗവാനെ ശരണദ. ബ്രഹ്മാദയഃ അസ്നുവതേ വിഭൂതിഃ. അപ്പോ യത് പാദ പദ്മ മകരന്ദ നിഷേവണേന, ഏതൊരു ഭഗവാന്റെ പാദപത്മത്തിന്റെ മകരന്ദം തേന്, അതിന്റെ നിഷേവണം നിതരാം സേവനം, ആ പാദപത്മ മകരന്ദം സേവിച്ചുകൊണ്ട് പാനം ചെയ്തുകൊണ്ട് ഭഗവാന്റെ പാദത്തെ ധ്യാനിക്കൽ തന്നെയാണ് പാദപത്മ മകരന്ദ നിഷേവണം.
അതുകൊണ്ട് ബ്രഹ്മാദയ വിഭൂതീഹി അസ്നുവത്തെ, ബ്രഹ്മാദി ദേവന്മാരൊക്കെ വിഭൂതീഹി, വിഭൂതീഹി എന്ന് പറഞ്ഞാൽ വിശേഷമായിട്ടുള്ള പദവികള്, ഐശ്വര്യസ്ഥാനങ്ങള്, ലോകപാലത്വം, പല സ്ഥാനങ്ങളും വിഭൂതികളെ, സ്പെഷ്യലായിട്ടുള്ള പ്രിവിലേജസ് അശ്നുവതേ, അശ്നുവതേ അശിക്കുന്നു, ഭുജിക്കുന്നു. അപ്പൊ ബ്രഹ്മാദികളൊക്കെ വിവിധ സ്ഥാനമാനങ്ങളും വിവിധ ഐശ്വര്യങ്ങളും പ്രിവിലേജസും ഒക്കെ അനുഭവിക്കുന്നത് ഭഗവാന്റെ പാദപത്മ മകരന്തത്തെ സേവിച്ചതുകൊണ്ടാണ്. ഭഗവാന്റെ പാദപത്മത്തെ സേവിച്ചതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ബ്രഹ്മാദി ദേവന്മാരൊക്കെ വിവിധങ്ങളായ വലിയ പദവികളാൽ അനുഗ്രഹിക്കുന്നത്, അലങ്കരിക്കുന്നത്. അപ്പൊ അതിലൂടെയും തത്വം പ്രഹ്ലാദൻ പറഞ്ഞു. ഈ ലോകത്തിന്റെ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിപ്പെടാനുള്ള വഴി എന്താണ്? ഭഗവാനെ സേവിക്കുക, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുക. ഭഗവാൻ തെരഞ്ഞെടുക്കും യോഗ്യരായിട്ടുള്ള ആളുകളെ, ഏറ്റവും ഉത്തമന്മാരായിട്ടുള്ള ആളുകളെ ഭഗവാൻ തെരഞ്ഞെടുത്ത് ഏറ്റവും ശ്രേഷ്ഠങ്ങളായ സ്ഥാനങ്ങളിലേക്ക് അപ്പോയിന്റ് ചെയ്യും. വിവരമുള്ളവരങ്ങനെയാണ് അല്ലെ? തങ്ങളുടെ മണിയടിക്കുന്ന ആളുകളെ അല്ല, കഴിവുള്ളവരെ, ധാർമ്മികന്മാരെ, സത്യസന്ധന്മാരെ, യോഗ്യതകളുള്ളവരെ ഒക്കെയാണ് അറിവുള്ളവർ അവരുടെ സ്ഥാപനങ്ങളെ നടത്തിക്കൊണ്ടുപോകാനായിട്ട് നിയോഗിക്കുക. അല്ലാതെ എപ്പോഴും തന്റെ പുറകെ നടന്ന് മണിയടിച്ച്, ഇവിടെ മണിയടിയല്ല ഭക്തി എന്നുള്ളത്. ഭഗവാനെ മാത്രം നമുക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ വഞ്ചിച്ചുകൊണ്ട് കള്ളത്തരത്തില് മണിയടിച്ച് കാര്യം നേടാൻ പറ്റില്ല. ശരിയായ ലോയലായിട്ടുള്ള കമ്മിറ്റ്മെന്റോട് കൂടിയതായിട്ടുള്ള ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള ജീവിതം നയിക്കണം. അപ്പോഴേ അർഹതയുണ്ടാവുള്ളൂ. അല്ലാതെ ഭഗവാനെ വഞ്ചിക്കാൻ പറ്റും, പറ്റിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മൗഢ്യം. സർവജ്ഞനും സർവാന്തര്യാമിയുമായിട്ടുള്ള ഭഗവാൻ അറിയാതെ നമ്മുടെ മനസ്സിൽ പോലും ഒരു ചിന്ത പോലും ഉദിക്കുന്നില്ല. അതിനുപോലും സാക്ഷിയാണ് ഭഗവാൻ. അപ്പൊ പിന്നെ ഭഗവാനെ വഞ്ചിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, ഭഗവാനെ പറ്റിച്ചിട്ട് സ്ഥാനമാനങ്ങളൊക്കെ നേടിയെടുക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ വിഡ്ഢിത്തരം. നമുക്ക് ലൗകികന്മാരായ ആളുകളെയൊക്കെ പറ്റിക്കാം, ധനികന്മാരെ പറ്റിച്ച് അവരുടെ സേവകന്മാരായി മാറാം, വലിയ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരെ വഞ്ചിച്ച് അവരുടെ സെക്രട്ടറിയായി മാറാം, പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒക്കെ PA-മാരായിട്ട് മാറാം അവരെ മണിയടിച്ച് നടന്നാൽ. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്ക് തിരിച്ചറിയും, അപ്പൊ ഡിസ്മിസ് ചെയ്യും. അത്രേ ഉള്ളൂ. തനിനിറം പുറത്താവും. എന്നാൽ ഭഗവാനെ ആത്മാർത്ഥമായി സേവിക്കുന്നവർ, ഭഗവാന്റെ പാദപത്മ മകരന്തം നിഷേവണം ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹത്താൽ വലിയ വിഭൂതികളെ അനുഭവിക്കുന്നു. ബ്രഹ്മാദയ ശരണത അശ്നുവതേ വിഭൂതി. അങ്ങനെ ഇരിക്കെ ഈ ഞങ്ങൾ എവിടെ കിടക്കണു? ഞങ്ങൾ അത്ര വലിയ യോഗ്യരൊന്നുമല്ല. അതാണ് കസ്മാത് വയം കുസൃതയ ഖലയോനയ തേ ദാക്ഷിണ്യ ദൃഷ്ടി പദവീം ഭവതഃ പ്രണീതാഹ. കസ്മാത്, എന്ത് കാരണം കൊണ്ടാന്ന് അറിയില്ല. വയം, ഞങ്ങള്. ആരാണ് ഞങ്ങള്? കുസൃതയ. കുസൃതി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശ്രുതി എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ്, സർജന ആണ്. അപ്പൊ കുസൃതി എന്ന് പറഞ്ഞാലോ കുൽസിത സൃഷ്ടി, അല്ലെങ്കിൽ ശ്രുതി എന്നുള്ളതിന് മാർഗം എന്നർത്ഥമുണ്ട്, വഴി, സരണി. അപ്പൊ കുസൃതി കുൽസിത മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ. അപ്പൊ കുൽസിത മാർഗത്തിൽ സഞ്ചരിക്കുന്നവരായ ഞങ്ങൾ, അതാണ് കുസൃതി. നമ്മളെ കുട്ടികളെയൊക്കെ കുസൃതിക്കാര് എന്ന് പറയുമ്പോൾ അവരൊക്കെ കുൽസിത മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്. തെറ്റായ വഴിയിൽ പോകുന്നവരാണ് കുസൃതികൾ എന്ന് പറയുക. അപ്പൊ വയം കുസൃതയ, ഞങ്ങൾ കുൽസിത ശ്രുതികളോട് കൂടിയവർ, കുൽസിതമായ മാർഗത്തോട് കൂടിയവർ, രജോ ഗുണവും തമോ ഗുണവും അധികരിച്ച് അധാർമിക പ്രവൃത്തികൾ ചെയ്യുന്നവർ, ഭഗവാന്റെ ഇച്ഛിക്കുന്ന, ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്ന വഴിതെറ്റി നടക്കുന്നവർ, ഉൽപ്പതഗാമികൾ, അവരാണ് കുസൃതികൾ. അപ്പൊ ഞങ്ങൾ കുസൃതികൾ. അങ്ങനെയുള്ള ഞങ്ങള് ഖലയോനയ, ഖലയോനികളാണ്. ഖലമെന്നാൽ ദുഷ്ടമായത്, യോനി ജന്മസ്ഥാനം. അപ്പൊ അസുര യോനിയിലാണ് ഞങ്ങൾ, നീച്ച യോനികളിലാണ് ജനിച്ചിരിക്കുന്നത്. അസുരന്മാരായിട്ടുള്ള ഉഗ്രജാതികളായിട്ടുള്ള വയം
കസ്മാത് എന്ത് കാരണം കൊണ്ടെന്ന് അറിയുന്നില്ല. തേ ദാക്ഷിണ്യ ദൃഷ്ടി പദവിയും പ്രണീതാഹ. തേ തവ അങ്ങയുടെ ദാക്ഷിണ്യ ദൃഷ്ടി പദവി. ദാക്ഷിണ്യ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ ഏറ്റവും സമർത്ഥമായ കരുണയോടുകൂടിയതായിട്ടുള്ള ദൃഷ്ടി, അതിന്റെ പദവി എന്ന് പറഞ്ഞാൽ അതിന്റെ മാർഗം, അതിന്റെ മുമ്പില് പ്രണീതാഹ പ്രാപിപ്പിക്കപ്പെട്ടു. ആരാന്നറിയില്ല, എങ്ങനെയെന്നറിയില്ല, ഭഗവാന്റെ കണ്ണുകൾക്ക് മുമ്പിലേക്ക് വലിച്ചഴക്കപ്പെട്ടിരിക്കണു ഞങ്ങളെ. എന്ത് പുണ്യമാണ് ചെയ്തത്, എന്ത് ത്യാഗമാണ് ചെയ്തത്, എന്ത് തപസ്സാണ് ചെയ്തത്, എന്ത് സൽക്കർമ്മമാണ് ചെയ്തത്, ഒരു കാരണവും കാണുന്നില്ല. ഞങ്ങളുടെ ജന്മമാകട്ടെ കുൽസിത ജന്മമാണ്, അഥവാ ഖലയോനികളാണ്, പ്രവൃത്തികളും ദോഷമുള്ളവയാണ്. അതാണ് കുസൃതയ, കുസൃതികളാണ് ഞങ്ങൾ, വഴിതെറ്റി നടക്കുന്നവരാണ്. ഒരു യോഗ്യതയില്ലാതിരുന്നിട്ടും എന്തുകൊണ്ടെന്നറിയില്ല ഭഗവാന്റെ കടാക്ഷത്തിന്റെ മുമ്പിൽ വന്നു പെട്ടു. ഭഗവാന്റെ കാരുണ്യം തന്നെ ആയിരിക്കണം, വേറെ ഒന്നും ഞങ്ങൾ കാണുന്നില്ല. അപ്പോ ഏതൊരു ഭഗവാന്റെ പാദ മകരന്തത്തെ സേവിക്കുന്ന ബ്രഹ്മാദികൾക്ക്, സാത്വികന്മാരായിട്ടുള്ളവർക്ക് വലിയ വലിയ പദവികൾ ലഭിക്കുന്നു, വിഭൂതികൾ ലഭിക്കുന്നു. അങ്ങനെയുള്ള ഞങ്ങൾക്ക് അങ്ങയുടെ കണ്ണിന് മുമ്പിൽ പെടാൻ എന്ത് യോഗ്യതയാണുള്ളത്? എന്നിട്ടും ഞങ്ങൾ വന്ന് അങ്ങയുടെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചിരിക്കുന്നു. യത്പാദ പദ്മമകരന്ദ നിഷേവണേന ബ്രഹ്മാദയ ശരണദാസ്നുവതേ വിഭൂതി കസ്മാത് വയം കുസൃതയഘലയോ നയസ്തേ ദാക്ഷിണ്യ ദൃഷ്ടി പദവീം ഭവത പ്രണീതാഹ. സപ്തമസ്കന്ധത്തിലെ പ്രഹ്ലാദന്റെ സ്തുതി, 9-ാം അധ്യായത്തിലെ സ്തുതി, അതിനോട് ചേർത്ത് വെച്ച് വായിക്കണം പ്രഹ്ലാദന്റെ ബാക്കിയുള്ള വാക്കുകളൊക്കെ. കഴിഞ്ഞ അധ്യായത്തിലും പ്രഹ്ലാദന്റെ വാക്കുകളുണ്ടായിരുന്നു, ഇതിലും ഉണ്ട്. എല്ലാം ചേർത്ത് വെച്ചാൽ ഒരു പ്രഹ്ലാദ ഗീത അല്ലേ? പ്രഹ്ലാദൻ ഭഗവാനെ കുറിച്ച് പറഞ്ഞ മഹത്തായിട്ടുള്ള ഗീതയായിട്ട് മാറും. ചിത്രം തവേഹിതമഹോ അമിതയോഗമായാലീലാവിസൃഷ്ടഭുവനസ്യ വിശാരദസ്യ സർവാത്മനഃ സമദൃശോ വിഷമസ്വഭാവോ ഭക്തപ്രിയോ യദസി കൽപതരുസ്വഭാവഃ. ചിത്രം തവേഹിതമഹോ അമിതയോഗമായാലീലാവിസൃഷ്ടഭുവനസ്യ വിശാരദസ്യ സർവാത്മനഃ സമദൃശോ വിഷമസ്വഭാവോ ഭക്തപ്രിയോ യദസി കൽപതരുസ്വഭാവഃ. ഭഗവാനെ വീണ്ടും ഭഗവാന്റെ കാരുണ്യത്തെ, അനുഗ്രഹ ഭാവത്തെ വർണ്ണിക്കുകയാണ്. ചിത്രം തവ ഈഹിതം അഹോ, അഹോ ആശ്ചര്യം തന്നെ, തവ ഈഹിതം അങ്ങയുടെ പ്രവൃത്തി, ചിത്രം വിചിത്രമായിരിക്കുന്നു, അത്ഭുതമായിരിക്കുന്നു, ചിന്തിക്കാനാവുന്നില്ല. ഏതൊക്കെ രീതിയിലാണ് അങ്ങ് പ്രവർത്തിക്കുക എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാ ചിത്രം. അമിതയോഗമായാലീലാവിസൃഷ്ടഭുവനസ്യ വിശാരദസ്യ സർവാത്മനഃ സമദൃശഃ തേ വിഷമസ്വഭാവഃ. തേ വിഷമസ്വഭാവഃ ചിത്രം. അങ്ങയുടെ ഈ വിഷമസ്വഭാവം, എന്താ ഈ വിഷമസ്വഭാവം? യോഗ്യതയില്ലാത്തവരെ പോലും അനുഗ്രഹിക്കുക എന്നുള്ളതാണ് വിഷമസ്വഭാവം. സാധാരണ നിലയ്ക്ക് യോഗ്യരായിട്ടുള്ള എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആളുകളെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് പ്രോപ്പർ. ഇത് ഇംപ്രോപ്പറാണ്, വഴിതെറ്റി അനുഗ്രഹിച്ചിരിക്കുന്നു, യോഗ്യതയില്ലാത്ത ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പ്രഹ്ലാദൻ തന്റെ വിനയം കൊണ്ട് പറയുകയാണ്. വാസ്തവത്തിൽ നമ്മളെല്ലാരേക്കാളും, ഈ കഥാപാത്രങ്ങൾ എല്ലാരേക്കാളും യോഗ്യരായിട്ടുള്ളവരാണ് പ്രഹ്ലാദനും മഹാബലിയും എന്ന് തെളിയിച്ചിരിക്കുന്നു. എങ്കിലും അവർക്ക് ആ അസുരയോനി എന്നുള്ളതും ഹിരണ്യകശിപുവിന്റെ പരമ്പരയിൽ വന്നവർ എന്നുള്ളതായിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഒരൊറ്റ ദോഷം കൊണ്ട് അല്പം ആസുര സ്വഭാവം ആ മഹാബലിയുടെ ആദ്യ പ്രവൃത്തികളില് ഉണ്ടായിരുന്നത് കൊണ്ട് ഇവിടെ തങ്ങളെ തന്നെ ചെറുതാക്കി പറയണ, യോഗ്യതയില്ലാത്ത ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത് അങ്ങയുടെ വിഷമസ്വഭാവം. അപ്പൊ അതാണ് ചിത്രം എന്ന് പറയുന്നത്. അങ്ങയുടെ പ്രവൃത്തി, ഈ വിഷമസ്വഭാവം അങ്ങേക്ക് എങ്ങനെ ഉണ്ടായി?
ഞങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. കാരണം അങ്ങ് ആരാണ്? അമിത യോഗമായ ലീലാ വിസൃഷ്ട ഭുവനസ്യ. അമിത യോഗമായ എന്ന് വെച്ചാൽ മിതമല്ലാത്ത യോഗമായ. മിതം എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റുന്നത്, ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നത് മിതം. ലിമിറ്റഡ്, പരിമിതം. ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ മിതം. ഭഗവാന്റെ മായയെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? എന്താണെന്ന് ഒരു നിശ്ചയവുമില്ല. സന്നാപ്യസന്നാപ്യുഭയാത്മികാനോ ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മികാനോ സാംഗാപ്യനങ്കാപ്യുഭയാത്മികാനോ മഹാത്ഭുത അനിർവചനീയ രൂപ. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ മായയെക്കുറിച്ച് പറഞ്ഞതാണ്. അത് സത്താണോ അസത്താണോ, അത് ഭഗവാനിൽ നിന്ന് ഭിന്നമാണോ അഭിന്നമാണോ, അത് അംഗങ്ങളോട് കൂടിയതാണോ അനങ്കയാണോ, ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും അറിയാം. അഘടിത ഘടനാ പടീയസീമായ, അഘടിത ഘടനാ പടീയസീമായ. ഘടിക്കാത്തതിനെയൊക്കെ ഘടിപ്പിക്കുന്നതിൽ മിടുമിടുക്കിയാണ്, പടുത്വമേറിയവളാണ് മായ എന്ന് മാത്രം അറിയാം. ഭഗവാന്റെ ആ ഒരു അത്ഭുത ശക്തി. അപ്പൊ ആ അമിത യോഗമായ ലീലാ വിസൃഷ്ട ഭുവനസ്യ, ആ മായ കൊണ്ടുള്ള ലീല കൊണ്ടാണ് ഭഗവാൻ ഈ ഭുവനങ്ങളെ വിസർജിക്കുന്നത്. വിസർജിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്യിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഭുവനങ്ങളെ തന്റെ മായ കൊണ്ട് സൃഷ്ടിച്ച്, യഥാർത്ഥത്തിൽ ഈ നാനാത്വം ഉണ്ടോ ഈ ഭുവനത്തിൽ? അപ്പൊ ഈ നാനാത്വ സൃഷ്ടി തന്നെയാണ് ഭുവന സൃഷ്ടി. ഏകമായ വസ്തുവിനെ പലതായി കാണിക്കുന്നതാണ് ഭഗവാന്റെ മായ. ഭഗവാൻ തന്റെ മായ ഉപയോഗിച്ചുകൊണ്ട് ഏകമായ സത്വസ്തുവിനെ പല നാമരൂപങ്ങളെ കൊണ്ട് വിചിത്രമായി നമുക്ക് തോന്നിപ്പിക്കുന്നു. ഇത് തന്നെയാണ് ഭഗവാന്റെ അമിത യോഗമായ ലീലാ വിസൃഷ്ട ഭുവനം. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ സ്വപ്നം കാണുന്നു, സ്വപ്ന ലോകം ഉണ്ടാക്കുന്നു, എന്തെല്ലാം കാണുന്നു അല്ലേ? ഒന്നുമില്ലാത്ത സിനിമാ തിയേറ്ററിൽ തിരശ്ശീലയിൽ നമ്മൾ എന്തൊക്കെ കാണുന്നു, ബ്രഹ്മാണ്ഡ സിനിമകളിൽ എന്തൊക്കെയാ കാണും. കോടികൾ ചെലവഴിച്ച് ഉണ്ടാക്കുന്നതായിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളില് എന്തൊക്കെയാ കാണും. എത്ര വലിയ കൊട്ടാരങ്ങൾ കാണും, എത്ര വലിയ പർവ്വതങ്ങൾ കാണും, എത്ര വലിയ നദികൾ കാണും, എത്ര സാഗരങ്ങൾ കാണും, മേഘങ്ങൾ കാണും, വലിയ മഴ കാണും, പ്രളയം കാണും, അഗ്നിപർവ്വതം കാണും, വലിയ 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 സൈന്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബോംബ് വർഷിച്ചുകൊണ്ടുള്ള യുദ്ധം കാണും, ജനക്കൂട്ടം കാണും. എന്തെങ്കിലും ഉണ്ടോ അവിടെ? ആകെ ഉണ്ടായിരുന്നു ലൈറ്റ് ഇട്ടാ കാണാം എന്താ ഉണ്ടായിരുന്നു അല്ലേ? ലൈറ്റ് ഇല്ലാതിരിക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് അത്ഭുതം അനുഭവമാവുന്നത്. ഇതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് അല്ലെങ്കിൽ ഉള്ള വസ്തുവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭഗവാന്റെ ശക്തിയാണ് അത്ഭുതമായിട്ടുള്ള മായ, അമിത യോഗമായ ലീലാ വിസൃഷ്ട ഭുവനം. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം. എന്തായാലും അങ്ങനെ ഭുവനസ്യ വിശാരദസ്യ, ഭഗവാൻ ആരാണ്? വിശാരദനാണ്. വിശാരദൻ എന്ന് പറഞ്ഞാൽ സർവജ്ഞൻ എന്നർത്ഥം. എല്ലാറ്റിലും വിശാരദൻ, എന്തിനും സമർത്ഥൻ, സർവജ്ഞനാണ്, സർവശക്തനാണ്. അങ്ങനെയുള്ള വിശാരദസ്യ സർവാത്മനഃ, എല്ലാറ്റിന്റെയും ആത്മാവ് അങ്ങ് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആത്മാവ് അങ്ങ് തന്നെയാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് സമദൃശഃ, സമദൃഷ്ടിയാണ് അങ്ങ്. എല്ലാവരോടും സമഭാവനയോടുകൂടിയുള്ള ആളാണ്. ആരോടും പക്ഷപാതമൊന്നുമില്ലാത്തവനാണ്. എന്നിട്ടും ഈ നീചന്മാരായ അസുരന്മാരായ ഞങ്ങളോട് ഇങ്ങനൊരു വിഷമബുദ്ധി, ഇങ്ങനൊരു അനുഗ്രഹബുദ്ധി, ഞങ്ങൾ അനുഗ്രഹത്തിന് അർഹരല്ലാതിരുന്നിട്ടും തേ വിഷമസ്വഭാവ, അങ്ങയുടെ വിഷമസ്വഭാവം അഹോ അഹോ ആശ്ചര്യം ആശ്ചര്യം. കൽപ്പതരുസ്വഭാവ, ഇത് കൽപ്പവൃക്ഷത്തിന്റെ സ്വഭാവമാകുന്നു. കൽപ്പവൃക്ഷത്തിന്റെ അടുത്ത് ആര് ചെന്ന് എന്ത് ചോദിച്ചാലും കൊടുക്കും. ആളെ നോക്കിയിട്ടൊന്നുമല്ല, അതിന്റെ അടുത്ത് ചെന്ന് ആര് ചെന്ന് അപേക്ഷിച്ചാലും കൊടുക്കും. അല്ലാതെ യോഗ്യതയൊന്നും നോക്കില്ല കൽപ്പവൃക്ഷം. അപ്പൊ അതുപോലെ അങ്ങ് ഞങ്ങളിലും ആ കൽപ്പവൃക്ഷത്തെ പോലെ അനുഗ്രഹിച്ച് ഭക്തപ്രിയ അസി, ഭക്തന്മാരിൽ പ്രിയനായി ഭവിച്ചിരിക്കുന്നു.
അപ്പൊ ഞങ്ങളും അങ്ങയുടെ ഭക്തന്മാരായിട്ട് അങ്ങ് സ്വീകരിച്ചിരിക്കുന്നു അല്ലെ. പ്രഹ്ലാദൻ മുമ്പേ തന്നെ ഭാഗവതോത്തമനാണ്, ആ കൂട്ടത്തിൽ മഹാബലിയെയും കൂട്ടിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, അങ്ങ് ഭക്തപ്രിയനാകുന്നു എന്ന് പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ച് പ്രഹ്ലാദനും പോവുകയാണ്. ഭഗവാൻ പ്രഹ്ലാദനെ ഒന്നുകൂടെ അനുഗ്രഹിക്കുന്നു. ശ്രീ ഭഗവാനുവാച വത്സ പ്രഹ്ലാദ ഭദ്രം തേ പ്രയാഹി സുതലാലയം മോദമാനസ്വപൗത്രേണ ജ്ഞാതീനാം സുഖമാവഹ. ശ്രീ ഭഗവാനുവാച വത്സ പ്രഹ്ലാദ ഭദ്രം തേ പ്രയാഹി സുതലാലയം മോദമാനസ്വപൗത്രേണ ജ്ഞാതീനാം സുഖമാവഹ. ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹേ വത്സ, അല്ലയോ മോനെ, പ്രിയപ്പെട്ടവനെ പ്രഹ്ലാദ, തേ ഭദ്രം, നിനക്ക് മംഗളം ഭവിക്കട്ടെ. സുതലാലയം പ്രയാഹി, സുതലമാകുന്ന ആലയത്തിലേക്ക് നീ പ്രയാണം ചെയ്താലും നീ പൊക്കൊള്ളൂ. സ്വപൗത്രേണ മോദമാനഃ, നിന്റെ പൗത്രനായ മഹാബലിയോടുകൂടി സന്തോഷിക്കുന്നവനായിട്ട് നീ സുതലത്തിലേക്ക് പോയാലും ജ്ഞാതീനാം സുഖമാവഹ, നിന്റെ ബന്ധുക്കൾക്ക്, മഹാബലി മുതലായ നിന്റെ ബന്ധുക്കൾക്ക് നീ സുഖത്തെ നൽകിയാലും സന്തോഷത്തെ നൽകിയാലും. കാരണം നിന്റെ സാന്നിധ്യം തന്നെ, ഭാഗവതോത്തമനായിട്ട് നിന്റെ സാന്നിധ്യം തന്നെ എല്ലാവർക്കും സുഖം നൽകും. അപ്പൊ നിന്റെ പൗത്രനെയും നീ സന്തോഷിപ്പിച്ചാലും അദ്ദേഹത്തിന്റെ കൂടെ അങ്ങും പൊക്കോളൂ. അങ്ങയുടെ സാന്നിധ്യം മഹാബലിയെ ഒന്നുകൂടെ സത്സംഗത്തില് ശുദ്ധനാക്കി തീർക്കും. അപ്പൊ അങ്ങനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. നിത്യം ദ്രഷ്ടാസി മാം തത്ര ഗദാപാണിമവസ്ഥിതം മദ്ദർശനമഹാഹ്ലാദധ്വസ്തകർമ്മ നിബന്ധനഃ. നിത്യം ദ്രഷ്ടാസി മാം തത്ര ഗദാപാണിമവസ്ഥിതം മദ്ദർശനമഹാഹ്ലാദധ്വസ്തകർമ്മ നിബന്ധനഃ. പ്രഹ്ലാദനോടും ഭഗവാൻ പറയുന്നു, നിത്യം ദ്രഷ്ടാ അസി മാം തത്ര, തത്ര ആ സുതലത്തിൽ നിത്യം എപ്പോഴും മാം ദ്രഷ്ടാ അസി, നീ എന്നെ കാണുന്നവനായി ഭവിക്കും. ദ്രഷ്ട എന്ന് പറഞ്ഞാൽ കാണും, കാണുന്നവൻ. അസി ഭവിക്കും, കാണുന്നവനായി ഭവിക്കും. എങ്ങനെ കാണും? ഗദാപാണിം അവസ്ഥിതം, ആ സുതലത്തെ കാക്കാനായിക്കൊണ്ട്, രക്ഷിക്കാനായിക്കൊണ്ട്, കാവൽക്കാരനായി, ദ്വാരപാലകനെ പോലെ ഗദാപാണിയായി അവസ്ഥിതനായിട്ട്, അവിടെ സ്ഥിതി ചെയ്യുന്നവനായിട്ട് നീ എന്നെ എന്നും കാണും. മദ്ദർശന മഹാഹ്ലാദധ്വസ്ത കർമ്മ നിബന്ധനഃ, അങ്ങനെ എന്നെ നിത്യവും കണ്ട് മദ്ദർശനം കൊണ്ടുണ്ടാകുന്ന മഹാഹ്ലാദം, ഉള്ളിലുണ്ടാവുന്ന ആനന്ദം, ആ സന്തോഷം, ആ ആഹ്ലാദം കൊണ്ട് ധ്വസ്ത കർമ്മ നിബന്ധന, ധ്വംസിക്കപ്പെട്ട കർമ്മബന്ധനത്തോടുകൂടിയവനായി തീരും. അപ്പോ പ്രഹ്ലാദന്റെ കഥ സപ്തമസ്കന്ധത്തിൽ ഊതയ കർമ്മവാസന എന്നുള്ള ആ കർമ്മവാസനകളെ ക്ഷയിപ്പിക്കാനുള്ള കഥയായിട്ടാണ് വർണ്ണിച്ചത്. പ്രഹ്ലാദന്റെ വാക്കുകളൊക്കെ ആ കർമ്മബന്ധങ്ങളെ മോചിപ്പിക്കാനുള്ളതായിട്ടുള്ള വാക്കുകളായിട്ടാണ്, സ്തുതികളായിട്ടും ഉപദേശങ്ങളായിട്ടും നമ്മൾ കണ്ടത്. ഇപ്പൊ അദ്ദേഹത്തിന് വീണ്ടും കൊടുത്ത അനുഗ്രഹം എന്താണ്? അങ്ങ് ധ്വസ്ത കർമ്മ നിബന്ധനായിട്ട് അങ്ങയുടെ കർമ്മബന്ധനങ്ങളെയെല്ലാം ധ്വംസിച്ച്, എങ്ങനെയാണ്? മദ്ദർശന മഹാഹ്ലാദം കൊണ്ട്, എന്നെ ദർശിക്കുന്നതായിട്ടുള്ള മഹത്തായ ആഹ്ലാദം. ഇത് നമുക്കും ഉള്ളതായിട്ടുള്ള സന്ദേശമാണ്. നമ്മുടെ കർമ്മബന്ധനങ്ങൾ എപ്പോഴേ മോചിപ്പിക്കപ്പെടുള്ളൂ? ഭഗവാനെ ദർശിക്കുമ്പോൾ, അല്ലേ? ഗീതാശ്ലോകം ഓർക്കുക. നമ്മൾ ത്രിപുര ദഹനം പറഞ്ഞപ്പോ പറഞ്ഞതായിട്ടുള്ള ഗീതാശ്ലോകം ഏതാണ്? വിഷയാ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തത്തെ. വിഷയാഃ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനഃ. എങ്ങനെ? രസവർജം. അപ്പോ അസുര സ്വഭാവം ആണ് ഈ വിഷയങ്ങളോടുള്ളതായിട്ടുള്ള ആസക്തി, വാസന. അത് മഹാബലിക്കും പ്രഹ്ലാദനും അല്പമെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ
ആ രസോപി അസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. അവരുടെ ഉള്ളിലുള്ള അല്പം രസം, ആ ഏതെങ്കിലും തരത്തിലുള്ള ലിംഗറിങ് വാസന ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ പരം ദൃഷ്ട്വാ, ആ പരമാത്മസ്വരൂപനായ ഭഗവാനെ ദർശിക്കുമ്പോൾ നിവർത്തതേ, നിവർത്തിക്കുന്നു. ആ ആശയം തന്നെയാണ് ഇവിടെ മദ്ദർശന മഹാഹ്ലാദധ്വസ്ത കർമ്മ നിബന്ധന. അപ്പൊ നമ്മളൊക്കെ കുറെയൊക്കെ സാധന ചെയ്യുമ്പോഴേക്കും വിചാരിക്കും, ഓ ഞാൻ മുക്തനായി, ഇനി എന്നെ വാസനകളൊന്നും പിടികൂടില്ല, ഇനി എനിക്ക് യാതൊരു ആഗ്രഹങ്ങളുമില്ല, എന്നെപ്പോലെ ജീവൻ മുക്തൻ ആരുമില്ല എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷെ എപ്പോഴാണ് ഭഗവാന്റെ മായ നമ്മളെ വഞ്ചിക്കുന്നത് എന്ന് അറിയില്ല. അതുകൊണ്ട് മായ വഞ്ചിക്കാതിരിക്കാനുള്ള വഴി എന്താണ്? മായാനാഥനെ കണ്ടുകൊണ്ടേയിരിക്കുക. ദൈവീ ഹേഷാ ഗുണമയീ മമ മായ ദുരത്യയ മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. ഭഗവാന്റെ ഗുണമയിയായിട്ടുള്ള മായ, ദൈവീ മായ, അത് ദുരത്യയ, എപ്പോ വേണമെങ്കിൽ നമ്മളെ വഞ്ചിക്കാം, അത്യയം ചെയ്യാൻ, തരണം ചെയ്യാൻ ദുഃഖമേറിയതാണ്, പ്രയാസമേറിയതാണ്. അപ്പോ ആരാണോ മാമേവ ഏ പ്രപദ്യന്തേ, ആരാണോ ഏ മാമേവ പ്രപദ്യന്തേ, എന്നെ തന്നെ പൂർണ്ണമായി നിരന്തരം ശരണം പ്രാപിക്കുന്നത്, മായാം ഏതാം തരന്തിതേ, ഏതാം മായാം, ഈ മായയെ അവരാണ് തരണം ചെയ്യുന്നത്. അപ്പൊ ഭഗവാനെ നിരന്തരം ശരണം പ്രാപിക്കുന്നവർ, നിരന്തരം ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നവർ സത്യം പരം ധീമഹി. ഈ ഭാഗവത വിചാരം തന്നെയാണ് മായയിൽ നിന്ന് കരകയറാനുള്ള വഴി. സത്യം പരം ധീമഹി, ആ പരമസത്യത്തെ കുറിച്ചിട്ടുള്ള നിരന്തരമായ ധ്യാനം, നിരന്തര അനുസന്ധാനം. അഹമേവാസമേവാഗ്രേ നാന്യത് യത് സദസത്പരം പശ്ചാദഹം യദേദച്ഛ യോഗശിഷ്യേത സോസ്മ്യഹം. ആ ഭഗവാന്റെ മന്ത്രങ്ങൾ, ഉപദേശങ്ങൾ, ഇത് നിരന്തരം സ്മരിക്കൽ തന്നെയാണ് ഭഗവത് സ്മരണ. ആ ഭഗവത് സ്മരണ കൊണ്ട് നമ്മുടെ വാസനകളെ ക്ഷയിപ്പിക്കാം, മായയെ തരണം ചെയ്യാം, കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തരായിരിക്കാം. അപ്പൊ ബന്ധനം ബാധിക്കാതിരിക്കാൻ, അല്ലേ, കുളങ്ങളിലുള്ള കുളവാഴ വന്ന് മൂടാതിരിക്കാൻ എന്ത് ചെയ്യണം? നിരന്തരം ആ കുളിക്കടവ് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. അവിടുത്തെ ശൈവാലം നീക്കിക്കൊണ്ടേയിരുന്നാല് വെള്ളം തെളിഞ്ഞു കാണാം. ആ വെള്ളം എല്ലാവർക്കും എപ്പോഴും കുളിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ വെള്ളം തെളിഞ്ഞു കാണണമെങ്കിൽ നിരന്തരം ഉപയോഗിക്കണം. എവിടെ? ആ ജലാശയം. അപ്പൊ ഒഴിഞ്ഞൊഴിഞ്ഞു പോകും. ഇതുപോലെ നമ്മുടെ ബുദ്ധിയില് മായയാകുന്ന ശൈവാലം, വിഷയവാസനകളാകുന്ന ശൈവാലം വന്ന് ബാധിക്കാതിരിക്കാൻ നിരന്തരമായിട്ടുള്ള ആ സത്യസ്മരണ, സത്യം പരം ധീമഹി, അതാണ് വെള്ളം കാണല്, വെള്ളത്തിൽ കുളിക്കല്, അനുസന്ധാനം ചെയ്യല്. അപ്പോ ഇതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. നിത്യം ദ്രഷ്ടാസിമാം തത്ര ഗദാപാണിം അവസ്ഥിതം മദ്ദർശന മഹാഹ്ലാദധ്വസ്ത കർമ്മ നിബന്ധന. തുടർന്ന് ശ്രീശുക ഉവാച ആജ്ഞാം ഭഗവതോ രാജൻ പ്രഹ്ലാദോ ബലിനാ സഹ ബാഡമിത്യം ഇത്യമല പ്രജ്ഞോ മൂർധ്ന്യാദായ കൃതാഞ്ജലി പരിക്രമ്യ ആദിപുരുഷം സർവാസുരചമൂപതി പ്രണതസ്തദനുജ്ഞാതഃ പ്രവിവേശ മഹാബിലം. ശ്രീശുക ഉവാച ആജ്ഞാം ഭഗവതോ രാജൻ പ്രഹ്ലാദോ ബലിനാ സഹ ബാഡമിത്യമല പ്രജ്ഞോ മൂർധ്ന്യാദായ കൃതാഞ്ജലി പരിക്രമ്യാദിപുരുഷം സർവാസുരചമൂപതി പ്രണതസ്തദനുജ്ഞാതഃ പ്രവിവേശ മഹാബിലം. സുഖബ്രഹ്മർഷി ആ കഥ തുടരുന്നു. ശ്രീശുക ഉവാച ആജ്ഞാം ഭഗവതഃ രാജൻ പ്രഹ്ലാദോ ബലിനാ സഹ ബാഡം ഇതി അമലപ്രജ്ഞഃ മൂർധ്നി ആദായ കൃതാഞ്ജലി.
അപ്പൊ ഹേ രാജൻ, അല്ലയോ പരീക്ഷിത് രാജാവേ, കഥ തുടർന്ന് കേൾക്കൂ എന്ന് സുഖബ്രഹ്മർഷി. ഭഗവത ആജ്ഞാം ബലിനാ സഹ പ്രഹ്ലാദ ബാഡം ഇതി മൂർധിനി ആദായ. അപ്പൊ പ്രഹ്ലാദൻ ബലിനാ സഹ തന്റെ പൗത്രനായ ബലിയോടുകൂടെ ഭഗവത ആജ്ഞാം ഭഗവാന്റെ ആജ്ഞയെ മൂർധിനി ആദായ മൂർധാവിൽ ധരിച്ചുകൊണ്ട് ശിരസാ വഹിച്ചുകൊണ്ട്, നമ്മൾ മലയാളത്തിൽ പറയുക ആജ്ഞയെ ശിരസാ വഹിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്റെ ആജ്ഞയെ തന്റെ ചിന്തയാക്കി മാറ്റുക. നമ്മൾ ആർക്കു വേണ്ടി ആരുടെ ഭൃത്യന്മാരായി പ്രവർത്തിക്കുന്നുവോ അവരുടെ ഇച്ഛ എന്തെന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ഇച്ഛയാക്കുന്നതാണ് ഈ ശിരസി ആദായ മൂർധിനി ആദായ എന്ന് പറയാം. അല്ലാതെ നമ്മുടെ മൂർധാവ് നിറച്ചു വെച്ചിട്ട് പിന്നെ എവിടേക്കാ ഈ നമ്മുടെ സ്വാമിമാരുടെ യജമാനന്മാരുടെ ഗുരുക്കന്മാരുടെ വാക്കുകൾ എവിടേക്കാ പിന്നെ കയറ്റുക? അവിടെ ഫുള്ളി ലോഡഡ്. അപ്പൊ ആദ്യം അത് എംടി ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞ് അമലപ്രജ്ഞ എന്ന്. അമലപ്രജ്ഞ, ആദ്യം സ്വന്തം തല പ്രജ്ഞ ശുദ്ധമാക്കണം, അമലമാക്കണം, നിഷ്കളങ്കമാക്കണം, മുൻവിധികളില്ലാതിരിക്കണം, ഭഗവാനോട് ഏതെങ്കിലും തരത്തിലുള്ള ദ്വേഷബുദ്ധി ഇല്ലാതിരിക്കണം. ഭഗവാനാണ് ആജ്ഞാപിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ യഥാർത്ഥ നാഥനാണ് തന്നോട് ആജ്ഞാപിക്കുന്നത്. താൻ അത് അനുസരിക്കുകയേ വേണ്ടൂ, അത് തന്റെ ശ്രേയസ്സിനായിക്കൊണ്ടാണ് എന്നുള്ള ഉറപ്പാണ് അവിടെ അമലപ്രജ്ഞത. ഭഗവാന്റെ ഇച്ഛയെ ഉൾക്കൊള്ളലാണ് അമലപ്രജ്ഞത മൂർധിനി ആദായ. അമലപ്രജ്ഞനായി നിഷ്കളങ്ക ബുദ്ധിയോടുകൂടെ യാതൊരു മുൻവിധികളുമില്ലാതെ ഭഗവാന്റെ ആജ്ഞയെ ചോദ്യം ചെയ്യാതെ അതിന് എന്തെങ്കിലും ഒരു ദോഷം കാണാതെ തന്റെ ശിരസ വഹിച്ചുകൊണ്ട് കൃതാഞ്ജലി അഞ്ജലി ചെയ്തവനായി അഞ്ജലി കൂപ്പിയവനായിട്ട് ബാഡമിതി, ബാഡം എന്ന് പറഞ്ഞാൽ തദാസ്തു അർത്ഥം, അങ്ങനെ തന്നെ ആവട്ടെ, ശരിയാവട്ടെ, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതി അമലപ്രജ്ഞ. അപ്പൊ അങ്ങനെ അമലപ്രജ്ഞനായിക്കൊണ്ട് എന്ത് ചെയ്തു? പരിക്രമ്യാദിപുരുഷം, ആദിപുരുഷം പരിക്രമ്യ, ആദിപുരുഷനായ ഭഗവാനെ പ്രദക്ഷിണം വെച്ചു. ആരാണ്? സർവ അസുര ചമൂപതി, എല്ലാ അസുരന്മാരുടെയും ചമൂപതി, ചമൂ എന്ന് പറഞ്ഞാൽ സേന. അപ്പൊ സേനാപതി എന്ന് പറഞ്ഞാൽ നായകൻ, രാജാവ്, ചക്രവർത്തി എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടെ എല്ലാ സേനകളുടെയും അധിപതിയായിട്ടുള്ള മഹാബലി പ്രണത ഭഗവാനെ വീണ്ടും പ്രണമിച്ചിട്ട് തദനുജ്ഞാത ഭഗവാനിൽ നിന്ന് വീണ്ടും പോകാനുള്ള അനുജ്ഞ ലഭിച്ചവനായിട്ട്, യാത്രാനുമതി നൽകിയവനായിട്ട് പ്രവിവേശ മഹാബിലം, മഹാബിലം പ്രവിവേശ. അസുതലം എന്നുള്ള ബിലം എന്ന് പറഞ്ഞാൽ താഴെയുള്ള ദ്വാരം, പാതാളം എന്നുള്ള അർത്ഥത്തില് ബിലദ്വാരങ്ങൾ എന്ന് താഴെയുള്ള 7 ലോകങ്ങളെ പറയുന്നു. അതല, വിതല, സുതല, മഹാതല, തലാതല, രസാതല, പാതാളങ്ങൾ, ബിലദ്വാരങ്ങൾ. അപ്പൊ അതിലേക്ക് മഹാബിലം, ഏറ്റവും ശ്രേഷ്ഠമായ ബിലമാണ് സുതലം. ആ സുതലത്തിലേക്ക് പ്രവേശിച്ചു. ബാക്കി കഥ നമുക്ക് നാളെ വൈകിട്ട് 6-ാം തീയതി വൈകിട്ട് കാണാം. 6th ഈവനിങ് ശുക്രാചാര്യരെ കൊണ്ട് ഭഗവാൻ ഈ യാഗപൂർത്തീകരണം ചെയ്യുന്നതാണ്. എന്നിട്ട് ഇന്ദ്രനാൽ വന്ദിതനായ ഉപേന്ദ്രനായി ഭഗവാൻ വാഴ്ത്തപ്പെടുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് 6-ാം തീയതി വൈകുന്നേരം നോക്കാം. ഇപ്പോൾ നിർത്തുകയാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വരൂധിനി ഏകാദശി ആശംസകൾ. അപ്പോൾ പാലക്കാട്ടുകാരൊക്കെ നാളെ രാവിലെയും വൈകുന്നേരവും ഉള്ള പരിപാടികളിൽ പങ്കെടുക്കുക. അറ്റ്ലീസ്റ്റ് വൈകുന്നേരമെങ്കിലും പങ്കെടുക്കുക. വൈകുന്നേരം സൗന്ദര്യലഹരിയിലെ പാരായണത്തിനായിട്ട് എത്തിച്ചേരുക. 5 മണിക്കാണ്, പുത്തൂരാണ്. എല്ലാവരും വരണം. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനം.